അല്ലെങ്കിൽ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ നിങ്ങളോട് പറയുവാൻ ഏൽപ്പിച്ച ഒരു ദൂത് പെട്ടെന്ന് നിങ്ങളോട് കൈമാറ്റം ചെയ്ത് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനാധാരമായി 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ന്റെ 23-24 വാക്യങ്ങൾ. അതിങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ വചനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവാം. ചിലർക്ക് ഇത് ഹൃദ്യമായിരിക്കുന്ന വചനമായിരിക്കാം. അല്ലെങ്കിൽ എന്നാൽ പലപ്പോഴും ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചതുമായ, എന്നെ കടത്തിവിട്ടതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നൽകി തന്ന സമയത്തിനുള്ളിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയാം, നമ്മള് കൂട്ടായ്മകൾ കൂടുന്നതും എന്നും വചനം കേൾക്കുന്നതും പ്രാർത്ഥനകൾക്ക് പോകുന്നതും ആരാധനയ്ക്ക് പോകുന്നതും എനിക്കറിയാം, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള നിങ്ങളൊക്കെ ഒരുപാട് ആത്മീക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാരണം ഞാൻ US-ലായിരിക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വരുന്ന, അവിടെ വന്ന് സ്ഥലം മാറി വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഭയങ്കര ആത്മീക തീഷ്ണതയുള്ളവരാണ്. ഞാൻ ഒത്തിരി വ്യത്യാസം അങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിൽ പഠിച്ചിട്ട് അവിടെ ഹയർ സ്റ്റഡീസിന് വരുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പോലും എനിക്ക് ആ വ്യത്യാസം അറിയാം. നാട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെക്കാളും ഗൾഫിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ആത്മീകമായ ഒരു ഡിസിപ്ലിൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു ആത്മീക നിലവാരങ്ങൾ എനിക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീക നിലവാരം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ നമ്മളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് എന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് യുദ്ധമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക, കർത്താവിന്റെ വരവായി വരവായി. എന്നാല് ഒരു പെന്തക്കോസ്തി ജനിച്ചു വളർന്ന് ഇത്രയും നാളും വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവെ ഇത് എത്ര വർഷമായിട്ട് കേൾക്കുക, കർത്താവ് ഇപ്പോഴെങ്ങാനും വരുവോ? അങ്ങനെ ചോദിച്ചവരെ ഒരു 10 പേരെങ്കിലും ഇതിനകത്ത് കാണും. കാരണം നമ്മൾ ഇത് എപ്പോഴും കേട്ട് വളരുന്നത് കൊണ്ട് നമുക്ക് തന്നെ ശരിക്കും ഒരു വശത്ത് ഡൗട്ട് വരും, ശരിക്കും ഇപ്പോഴെങ്ങാനും വരുവോ? അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ച് അവിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഒരു യൗവനക്കാര്, അവർ 2-3 പേര് ഇങ്ങനെ എന്റെ അടുത്ത് ചുറ്റും വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വന്നു, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഞാൻ എന്നോട് പറഞ്ഞ ഇതാണ്, ചേച്ചി ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് 666 എന്ന് പറഞ്ഞ സംഖ്യയൊക്കെ വരണം എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. 666 ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, അപ്പൊ കുറച്ചും കൂടെ സമയം കാണത്തില്ല. ചേച്ചി ഇന്നും പ്രസംഗിച്ചത് ഈ കർത്താവ് വാതുക്കെ നിൽക്കും, ഇപ്പൊ വരുമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിലാണ്, ഞങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ പഠിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പം പലർക്കും പല അനുഭവങ്ങൾ, അവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള കേൾവി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പല അനുഭവങ്ങളാണ്. ചിലര് പറയും ഇനിയുണ്ട് കുറച്ചും കൂടെ, കാരണം സുവിശേഷം ഇനി എത്താനുണ്ട് പല സ്ഥലങ്ങളിൽ, അതുകൊണ്ട് ഇനിയുണ്ട്. മനസ്സിനെ അവരങ്ങ് പറഞ്ഞ് ആശ്വസിപ്പിക്കുക, ഇനിയുണ്ട്. അപ്പൊ ചിലര് പറയും, അയ്യോ ഇനി അന്ത്യക്രിസ്തുവിന്റെ വാഴ്ചയുള്ള കാര്യങ്ങളും ഒക്കെ വരിക. ഇങ്ങനെ പല കോൺസെപ്റ്റാ. ഇത് ആർക്കാ കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾക്കാ ഇത് അറിയാവുന്നത്. അതായത് നമുക്കറിയാം എപ്പോ വരുമെന്ന് യേശുക്രിസ്തു. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള മനോഭാവത്തിൽ ആത്മാക്കൾ, നമ്മൾ പറഞ്ഞ ദൈവമക്കളായി തീർന്നിട്ടുണ്ടോ എന്ന്. എന്നാല് ഞാൻ പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഞാൻ തന്നെ ചിന്തിച്ചപ്പോൾ, കർത്താവായ യേശുവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്റെ വരവ് അടുത്തുനിന്ന് നിങ്ങൾ കാണണം. അപ്പൊ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. എന്നാല് ഇന്നത്തെ പെന്തക്കോസ്തു ഗോളത്തിന് വന്നു പോയൊരു വീഴ്ച എവിടാന്ന് എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടത്, നമ്മൾ ഈ ലോക സംഭവങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അതായത് യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ മറന്നും തുടങ്ങി. എന്താണെന്നറിയോ? മണവാട്ടി ഒരുങ്ങണം. ഈ പല കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മണവാട്ടിക്ക് ചിലപ്പോൾ ഒരുങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്നെ വളരെയധികം എന്നെ ചിന്തിപ്പിക്കുകയും, ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനാ മുറികളൊക്കെ ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ കർത്താവ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവിന്റെ മണവാട്ടിയുടെ ലക്ഷ്യം എന്താ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തന്റെ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ലക്ഷ്യം. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട്, നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചൊരു ദൂതിത, പലപ്പോഴും നമ്മളും പത്രോസ് പറയുന്നത് പോലെ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ ചിലരെങ്കിലും ഇനിയുണ്ട് സിസ്റ്ററെ സമയം,
കുറച്ചും കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ ഇനി ഭൂമി ചെയ്തു തീർക്കാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് മതി എന്ന എന്റെ പ്രാർത്ഥന, കർത്താവ് വന്നാൽ മതി എന്ന എന്റെ പ്രാർത്ഥന എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണും ഇതിനകത്ത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് ഓർപ്പിക്കാനുള്ള ദൂതിത, കർത്താവ് വരും നിശ്ചയം, അതിന് മാറ്റമില്ല. ഒരുങ്ങിയവർ പോകും. അപ്പോൾ ഒരുക്കം എവിടം വരെ ആയി എന്ന് ഒന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യാനുള്ള ഒരു ദൂത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആകയാൽ ഇന്ന് ഞാൻ ഈ പരിശുദ്ധാത്മാവിന് ദൂത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ ഒപ്പം, ഈ വചനത്തിന്റെ ഒപ്പം കടന്നു വരണമേ എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുക. ഇവിടെ പറയുന്ന ഒരു വാക്കിതാണ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും, 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം, ഈ 3 കാര്യങ്ങളും കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അനന്യമായി വെളിപ്പെടണം. അപ്പോൾ ഈ അനന്യമായി വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പൊ പാസ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം പാസ്റ്റർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ എന്റെ പപ്പാടെ കുടുംബം ഒരു പെന്തുക്കോസ്ത് പാസ്റ്റർമാരുടെ ഒരു കുടുംബം കൊണ്ട് നിറഞ്ഞതാ. ഒരു കാലം വരെ അതിൻ്റെതായ ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ഇപ്പം പാസ്റ്ററുകൾ പറഞ്ഞത് കൊണ്ട് ഞാനങ്ങ് പറയുക, കുറച്ചും കൂടെ നാടത്തി പറയുക. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തുക്കോസ്ത് കുടുംബത്തിലാണ്. പക്ഷെ എന്റെ മമ്മി യാക്കോബായ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ. പാസ്റ്ററുകൾ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. അതിനകത്ത് എനിക്കൊന്നും മാറ്റാനില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വചനവുമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അത് 100% എന്റെ പ്രിയ മാതാവിന്റെ പ്രാർത്ഥനയും ഡെഡിക്കേഷനും മാത്രമാണ്. എന്റെ മമ്മി അതുപോലെ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. 4 പെൺകുഞ്ഞുങ്ങളെയും കൂടെ കൊടുത്തത് കൊണ്ട് കുറച്ചും കൂടെ അധികം എനിക്ക് തോന്നുന്ന സമയങ്ങൾ വേർതിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് മാത്രമായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം അത് ദൈവം നടത്തിയെടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ പെന്തക്കോസ്തിൽ തന്നെ ജനിച്ചു വളർന്നു, പ്രത്യേകിച്ച് പാസ്റ്ററുടെ മോള്, കുടുംബത്തിൽ എല്ലാവരും പാസ്റ്റർമാര്. എനിക്ക് 2 അനുഭവം അറിയാം. നിങ്ങൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തി വളരുമ്പോൾ നമുക്ക് 2 അനുഭവം ഉണ്ട്. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വരും. കാരണം നമ്മൾ ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിലെ സൺഡേ സ്കൂളിൽ പോകുന്നു, വചനം പഠിക്കുന്നു, PYPA സൺഡേ സ്കൂള്, ക്യാമ്പുകള്, ഇതിന് കൺവെൻഷനുകൾ, ഒന്നിനും ഒരു പഞ്ഞമില്ല. എപ്പോഴും 365 ദിവസവും മീറ്റിങ്ങുകൾ, പ്രസംഗങ്ങൾ, ഇത് മാത്രം. പ്രത്യേകിച്ച് പാസ്റ്റർമാരുടെ മക്കള്, ഞാൻ എപ്പോഴും പറയും, പ്രസവിച്ചിട്ട് എഴഞ്ഞു തുടങ്ങുമ്പോഴേ സൺഡേ സ്കൂളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാ പാസ്റ്റർമാരുടെ മക്കള്. അതുകൊണ്ട് വചനത്തിന് ക്ഷാമമൊന്നുമില്ല, അവർക്ക് വചനം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ എനിക്ക് 2 അനുഭവം അറിയാം. ഒന്ന്, അറിവിന്റെ അനുഭവം, അതായത് വചനം എനിക്കെല്ലാം അറിയാം. 2, ജീവിച്ചു കാണിക്കുന്ന അനുഭവം. ഇങ്ങനെ നോക്കിയാൽ എന്റെ ജീവിതത്തിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അക്സയുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു മാതൃക ആരാ, അല്ലെങ്കിൽ നോക്കി കാണുന്ന ഒരു വ്യക്തി ആരാ? അത് എപ്പോഴും എന്റെ മാതാവ് തന്നെ. കാരണം എന്റെ മമ്മി യാക്കോബയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണത്. എന്റെ മമ്മി സുവിശേഷം ഞങ്ങൾക്ക് ജീവിച്ച് കാണിച്ച ഒരു അമ്മയാണ്. സുവിശേഷം എന്തെന്ന് ജീവിച്ച് കാണിച്ച ഒരു അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സുവിശേഷത്തിന്റെ 2 ഘടന അറിയാം. ഒന്ന്, പ്രസംഗിക്കുന്നവരെ അറിയാം. 2, ജീവിച്ച് കാണിക്കുന്നവരെ അറിയാം. ഈ 2 ഭാഗം എനിക്കറിയാം. അപ്പൊ കുറെ നാള് ഇതിനകത്ത് നിന്നത് കൊണ്ട് എന്റെ വിചാരം ഞാൻ പൂർണ്ണയായിരുന്നെന്നാ. അതായത് ഞാൻ തികഞ്ഞവളാ, എനിക്ക് വചനം അറിയാം. ഇപ്പൊ ഒരു പാസ്റ്റർ വചനം പ്രസംഗിക്കാൻ കുറിവാക്കി എടുക്കുമ്പോ തന്നെ എനിക്കറിയാം അത് എന്തിനെ കുറിച്ചുള്ള പ്രസംഗമാണ്, അതിന്റെ അടുത്ത എന്താ പറയുക കുറിവാക്യങ്ങൾ എന്തൊക്കെ വരുമെന്ന് വരെ നമുക്കറിയാം. കാരണം ഇതിനകത്ത് വളരുന്നത് കൊണ്ട്. അപ്പൊ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു ആത്മീയമായ ഒരു അഹങ്കാരം കയറി വന്നു. ഞാൻ തികഞ്ഞവളാ, ഞാൻ പൂർണ്ണയാ, ഞാൻ പെർഫെക്റ്റും എന്റെ ചുറ്റുമുള്ളവരെല്ലാം ഇംപെർഫെക്റ്റ് ആണെന്നൊരു ചിന്ത. പക്ഷെ ഇത് പാപമാണെന്ന് എനിക്കറിയില്ല. ഞാനിത് എന്റെ അനുഭവ സാക്ഷിയാണ് പറയുന്നത് തുടക്കത്തിൽ. എന്നാൽ ഈ വചനം പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ആഴമായിട്ട് കയറത്തുള്ളൂ. ഒരു 30 വയസ്സ് വരെ എനിക്ക് ഈ ആത്മീക അഹങ്കാരം ഉണ്ടായിരുന്നു. അതായത് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം, വചനം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത്, ഇപ്പൊ സൗമ്യ മാമും കൂടെ ഉള്ളതുകൊണ്ട് സൗമ്യ മാം അറിയാം. ഞങ്ങൾ ഞാൻ പഠിച്ച കോളേജ് ഒരു പെന്തക്കോസ്റ്റ് കോളേജാ. പഠിപ്പിക്കാൻ വന്ന കുറച്ചു പേരൊക്കെ പെന്തക്കോസ്തുകാരാ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പകുതി പേരും പെന്തക്കോസ്തുകാരാ. അപ്പൊ ഞാന് പലപ്പോഴും ഈ പെന്തക്കോസ്ത് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ ഒരു പുച്ഛമുണ്ട് ചില സമയത്ത്. എന്താണെന്നറിയാം? ഞാൻ പെർഫെക്റ്റാ, ഞാൻ ഞായറാഴ്ച വെള്ളയും മാത്രമേ എടുത്തുള്ളൂ, ഞാൻ ആരാധന മുടക്കത്തില്ല, ഞാൻ കറക്റ്റ് സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്നു, ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യാത്തവരെയും നമ്മൾ പറഞ്ഞ പോലെ അന്നത്തെ നമ്മളെല്ലാവർക്കും അറിയാം, നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള എല്ലാ ചെറിയ ചെറിയ പാപങ്ങളും തെറ്റുകളും ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇവരെ പോലെ ഒന്നും അല്ല കർത്താവേ,
മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പ്രാർത്ഥനയിൽ ഇത് അറിയാതെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി വരും. കർത്താവെ, ഞാൻ അവരെ പോലെയല്ല. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കും, കർത്താവെ കണ്ടോ, ഞാൻ അവരെ പോലെ ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ടും എന്താ അങ്ങ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തെ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അറിയാതെ പ്രാർത്ഥനകളിൽ കയറി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞു. അപ്പോഴും എന്റെ വിചാരം, ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ കർത്താവ് എനിക്ക് മറുപടി തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ അടുത്ത ഒരാളാണ് എന്നൊരു ചിന്ത എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ 2016 എന്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ അമേരിക്കയിലേക്ക് മൂവ് ചെയ്യുക 2018. അപ്പൊ അമേരിക്കയിലേക്ക് മൂവ് ചെയ്യുന്ന ആ ദിവസം വന്നു. അതുവരെ എന്റെ ആഗ്രഹം, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 4 പെൺകുഞ്ഞുങ്ങളാ. അപ്പം വീട്ടിലെ മൂത്തയാളാ ഞാൻ. എന്റെ പപ്പയ്ക്കും മമ്മിക്കും സ്വന്തമായിട്ട് വീടോ വസ്തുവോ ഒന്നുമില്ല. അപ്പം വാടകയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അമേരിക്കയിൽ ചെല്ലുക, കാശുണ്ടാക്കുക. അല്ലാതെ ആതുര സേവനം ഒന്നും ആയിട്ടല്ല കേട്ടോ ഞാൻ നഴ്സിംഗ് എടുത്തത്. തുറന്ന് ഞാൻ പറയുക, ആതുര സേവനം ചെയ്യണമെന്ന്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം എനിക്കില്ലായിരുന്നു. എനിക്ക് ഒറ്റ ഉദ്ദേശം ഉള്ളായിരുന്നു, നഴ്സിംഗ് പഠിച്ച് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, പപ്പായും മമ്മിയെ രക്ഷിക്കണം, അനീത്തിമാരെ എങ്ങനെയെങ്കിലും കരകയറ്റണം. ഇത് മാത്രമായിരുന്നു എന്റെ ഉള്ളിലെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടന്നപ്പോൾ ഒരു ഭാഗത്ത് എന്റെ ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്താമല്ലോ, പൈസ ഉണ്ടാക്കാമല്ലോ എന്നൊരൊറ്റ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി. എന്നാൽ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചയിൽ നടന്ന ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവദാസനെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ദൂത് കേട്ടു. നീ ഒരു രാജ്യത്തേക്ക് യാത്രയ്ക്ക് ഒരുങ്ങിയ, എന്നാൽ നീ ആ രാജ്യത്ത് പോകുന്നത് ജോലിക്കല്ല, നീ എന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ ആ രാജ്യത്ത് അയക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ ചിരിച്ചു തള്ളി. കാരണം കർത്താവിന്റെ വേല ചെയ്യാനുള്ള ഒരു മനോഭാവവും എന്ന് പറഞ്ഞ ഒരു ചിന്ത പോലും എന്റെ ഉള്ളിലില്ല. എന്റെ മനോഭാവം മുഴുവൻ എനിക്ക് ജോലി ചെയ്യണം, സമ്പാദിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം, നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം മാനിച്ചു, ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ദൈവം എന്നെ അമേരിക്കയിൽ കൊണ്ടുവന്നത് സത്യമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു വേർതിരിക്കാനും കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ഒന്ന് പണിയാനായിരുന്നു. അപ്പൊ അവിടെ ചെന്നു. 2018 ഞാൻ അവിടെ ചെന്നു. ജീവിതം തുടങ്ങി. അല്പമാസങ്ങൾ കഴിഞ്ഞപ്പോൾ, 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനകത്ത് വല്ലാത്ത നിരാശ കയറി പിടിക്കാൻ തുടങ്ങി. വേറെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഭൗതികമായി പറയാൻ ഇന്നതാണ് കാരണം എന്ന് പറയാൻ ഒരു കാരണവും ഇല്ല. ഒരു കാര്യവും ഇല്ലാതെ മനസ്സിന് വല്ലാത്ത നിരാശ, സങ്കടം. 6 എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ കിട്ടുന്നില്ല. 6 പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിനകത്ത് നിരാശ കൂടിക്കിടും. ഞാൻ അപ്പൊ പ്രഗ്നന്റും കൂടെ ഉണ്ട്, ആദ്യത്തെ കുഞ്ഞിനെ. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് പ്രഗ്നൻസിയുടെ. എന്നാൽ പെട്ടെന്ന് ഞാൻ കട്ട് ഷോർട്ട് ചെയ്യുകയാണ്. പെട്ടെന്നുള്ള സമയത്തിനുള്ളിൽ എന്റെ ജീവിതത്തിൽ അന്നുണ്ടായ ഒരു അനുഭവം മാത്രം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പറയാം. ആ സമയത്ത് സങ്കടവും നിരാശയും വേദനയും എല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ദിവസങ്ങളിലാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഞാൻ ഇത്രയും വന്നിട്ട്, ഈ രാജ്യത്ത് വന്നിട്ട് ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രാർത്ഥിച്ചു കിട്ടിയ മറുപടി കൈ കിട്ടിയിട്ട് അതിനൊന്ന് ആനന്ദിക്കാൻ പോലും പറ്റാതെ ഞാൻ എന്തുകൊണ്ട് ഈ നിരാശയിൽ പോകുന്നു. അന്ന് കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. ഈ നിരാശയൊക്കെ കയറി പറ്റിയപ്പോ ഞാൻ പതുക്കെ ബൈബിൾ വായനയൊക്കെ നിർത്തി. എനിക്ക് ദൈവത്തോട് പതുക്കെ ദേഷ്യം തുടങ്ങി. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്നെ പിന്നെ എന്തിനാ നഴ്സിംഗിന്റെ വിട്ടത്? എന്നെ കർത്താവിന്റെ വേലയ്ക്കുള്ളതായിരുന്നു. +2 കഴിഞ്ഞപ്പോഴേ അത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയത്. ഇത് നഴ്സിംഗിന് വിട്ടു, കഷ്ടപ്പെട്ട് പഠിച്ചു, ജോലി കിട്ടേണ്ട ഒരു നല്ലൊരു രാജ്യത്ത് വരുന്ന സമയമായപ്പോ കർത്താവ് പറയും, മോളെ ഇത് വിട്ട് നീ എന്റെ വേലയ്ക്ക് ഇറങ്ങണം. അത് ദൈവാത്മാവ് ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഒരു ദിവസം പോലും ആ രാജ്യത്ത് പോയി ജോലി ചെയ്യത്തില്ല, നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന്. പക്ഷെ എനിക്ക് വേല ചെയ്യാൻ താല്പര്യം. എന്റെ അനീത്തിയെ, ഞാൻ കഴിഞ്ഞുള്ള അനീത്തിയെ പപ്പായും മമ്മിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. അതുകൊണ്ട് അവള് ചെയ്യട്ടെ, ഞാൻ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ള ചിന്തയിലിരുന്ന വ്യക്തിയാണ്. എന്നാൽ കർത്താവ് അന്ന് എന്നോട് ഒരു കാര്യം സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തോട് ദേഷ്യം തോന്നുന്നു, ക്വസ്റ്റ്യനുകൾ, ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ ഇരുന്ന ഒരു ദിവസമാണ്, എനിക്കറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സൂമിൽ എന്തായാലും ആ ചേച്ചി ഉണ്ടെന്ന് എനിക്കറിയാം, ഗോഡ്ലി ചേച്ചി, ബാബു ചെറിയ പാസ്റ്ററുടെ മോൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, എന്റെ ഒരു അനുഭവം ഞാൻ പറയുക. ഞാന് മെസ്സേജുകളൊന്നും കാണുന്നില്ല. എനിക്ക് വചനം കേൾക്കാൻ ദേഷ്യം തോന്നുന്ന സമയം മമ്മി പറയുന്നുണ്ട് ആത്മാവി പ്രാർത്ഥിക്കാൻ. എനിക്ക് ആത്മാവി പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഒറ്റ ചോദ്യം ദൈവത്തോടുള്ളൂ, എന്നെ എന്തിന് നഴ്സിംഗിന് പിന്നെ വിട്ടു? ഇതാണ് എന്റെ ചോദ്യം. അപ്പൊ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെവി കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബുചെറിയൻ പാസ്റ്ററുടെ ഒരു 2018 കാര്യം ഞാൻ പറയുന്നത്, ഒരു കൺവെൻഷന്റെ ഒരു മെസ്സേജ് ഞാൻ പോലും അറിയാതെ യൂട്യൂബിൽ കയറി വന്നു. ഞാൻ എന്തോ ഒന്ന് കണ്ടോണ്ടിരിക്കുക, ആ സമയത്ത് ഇത് മാറി ചാനലിൽ മെസ്സേജ് കയറി വന്നു. അപ്പൊ ദേവദാസൻ പറയുന്ന ഒരു വചനം മാത്രമേ എന്റെ ഉള്ളിൽ കയറിയുള്ളൂ. വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇന്ന് നിരാശയിൽ കൂടെ കടന്നു പോകുന്നത്, നിനക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദന നിന്റെ ഉള്ളിലുണ്ട്, നിനക്ക് ഇതിന്റെ നീ കാരണം തപ്പിക്കൊണ്ടിരിക്കുക എന്താന്ന്. പക്ഷെ ഇത് നിന്നോടുള്ള ദൈവാത്മാവിന്റെ ദൂതിത. ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില ജീവിതത്തിന്റെ ശൂന്യതകളും വേദനകളും മറ്റൊന്നുമല്ല, ചിലപ്പോൾ നിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങൾ കാരണമാകും.
പെട്ടെന്ന് അത് മാത്രം മറഞ്ഞു കിടക്കുന്ന പാപം എന്നുള്ള വാക്ക് മാത്രം എന്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആഴമായിട്ട് കയറി. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ്, എനിക്കെവിടെ മറഞ്ഞു കിടക്കുന്ന പാപം? എല്ലാ പാപവും എന്നും ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളല്ലേ, കർത്തൃമേശ എടുക്കുന്ന ആളല്ലേ, എനിക്കെവിടെ മറഞ്ഞു കിടക്കുന്ന പാപം? ഞാൻ അതങ്ങ് തട്ടിക്കളഞ്ഞു. പക്ഷെ പിന്നീട് ഈ വാക്ക് പിന്നെ കുത്തുന്ന പോലെ തോന്നി. വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ചില വചനം നമ്മുടെ ഹൃദയത്തിനെ കീറി മുറിക്കും. ഈ വാക്ക് ഇങ്ങനെ ഇരുന്ന് കുത്തുകയാണ്, മറഞ്ഞു കിടക്കുന്ന പാപം. അപ്പൊ എനിക്കറിയണം ഇത് എന്തുവാണ്. അപ്പൊ ഞാൻ മമ്മിയോട് വിളിച്ചു പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു ചിന്ത. മമ്മി പറഞ്ഞു, ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കുക, അതേ ഉള്ളൂ. ഞാൻ ദൈവത്തിന്റെ വചനം എടുത്ത് വായിച്ചു. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, അന്ന് സത്യം പറഞ്ഞ ബൈബിളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ ഫ്രണ്ടിന് എന്റെ ബൈബിള് കിട്ടിയില്ല. ദൈവത്തിന് അതിന് ഉദ്ദേശമുണ്ട്. എന്റെ ഫ്രണ്ട് ഇരുന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബൈബിളാ, ഇംഗ്ലീഷ് ബൈബിളാ. അപ്പൊ ഞാന് ബൈബിൾ എടുത്തിട്ട് ഒറ്റ ക്വസ്റ്റ്യനാ, കർത്താവേ, എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടണം, മറഞ്ഞു കിടക്കുന്ന പാപം എന്താണ്? എന്നോട് അങ്ങ് ഇടപെട്ടാൽ ഞാൻ മാനസാന്തരപ്പെടാം. ഇനി അതാണ് എന്റെ നിരാശയുടെ കാരണമെങ്കിൽ എനിക്കത് മാറ്റിത്തരണം. കാരണം എനിക്ക് ഈ വേദന കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കാരണം ചിരിക്കാൻ പറ്റുന്നില്ല, ഉള്ളു തുറന്ന്. എന്താ കാരണം എന്ന് ആര് ചോദിച്ചാൽ എനിക്ക് ഇന്നതാ കാരണം എന്ന് പറയാൻ. ഹസ്ബൻഡ് നല്ലതാ, വീട്ടുകാർ നല്ലതാ, സാഹചര്യങ്ങൾ നല്ലതാ, ഒന്നും എനിക്ക് പ്രതികൂലമല്ല. എന്നാൽ വിഷമം സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ബൈബിള് തുറന്നപ്പോൾ, കർത്താവ് എന്നോട് അങ്ങ് സംസാരിക്കണം. ആദ്യമായി എന്ന് പറയുന്നത് പോലെ ഞാൻ ബൈബിൾ ഇങ്ങനെ അങ്ങോട്ട് തുറക്കുകയും എന്റെ ഫ്രണ്ടിലേക്ക് വന്ന വചനമാണ് 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. ജീവിതത്തിൽ ആദ്യം തുറന്നു വായിക്കുന്നത് പോലെ ഞാൻ ആ വചനം ഒന്ന് വായിച്ചു. ഇതിനു മുമ്പ് പലവട്ടം പലരും പ്രസംഗിച്ചിട്ടുണ്ടാവാം, ഞാൻ തന്നെ വായിച്ചിട്ടുണ്ടാവാം. പക്ഷെ കൂടുതൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളും സദൃശ്യവാക്യങ്ങളും ലേഖനങ്ങളൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും. എനിക്ക് അറിയേണ്ടത് സാധാരണ രീതി ബൈബിള് വായിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ബൈബിളിന്റെ നടുക്കത്തെ സങ്കീർത്തന സദൃശ്യവാക്യം നല്ലതായിട്ട് പൊങ്ങി നിൽക്കും. ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും അങ്ങനെ പോകാത്തത് കൊണ്ട് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തെ നല്ല പ്രവചന വചനങ്ങളുടെ ഒക്കെ അടി നല്ലതായിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് വരും. അപ്പൊ അതൊക്കെ നല്ല മാർക്കിങ്, വേറെ ഒന്നും ഞാൻ മാർക്ക് ചെയ്തെടുത്തില്ല. അപ്പൊ അന്ന് ആദ്യമായി ഞാൻ ഈ വചനം തുറക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു വാക്യം കാണുക, അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് ആദ്യമായിട്ട് കാണുകയാണ്. എന്നോട് ദൈവാത്മാവ് സംസാരിക്കുക. ഞാൻ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ എന്താണ്? അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ അവിടെ എഴുതിയേക്കുകയാ. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയണോ. ദൈവമക്കളെ, പെന്തുക്കോസ്തി ജനിച്ചു വളർന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇതൊക്കെ മറഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ. അത് ഈ ഷോക്ക് ഉണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല, ഇതൊരു പുറമേ ഉള്ള ഒരാളല്ല എന്നോട് പറയുന്നത്. മനസ്സിലാക്കണം. ഇപ്പം അക്സ പീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളിൽ ഇതുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ധിക്കരിച്ചു പറയാം, അതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ന്യായങ്ങൾ കാണും. എന്നാൽ പരിശുദ്ധാത്മാവാ എന്നോട് പറയുന്നത്. ആരാ ഈ പരിശുദ്ധാത്മാവ്? ആരാ ഇത് പറയുന്നത്? എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ അന്തരങ്ങളെ മെനഞ്ഞ ദൈവം എന്നെ നോക്കി പറയുക, മോളെ, നീ പുറമെ വലിയ ഭക്തിയെ കാണിക്കുന്നത്, പക്ഷെ എനിക്ക് നിന്റെ ഹൃദയം അറിയാം. നിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നിനക്ക് കാണാൻ പറ്റത്തില്ല, ഇത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തുവാ? മറഞ്ഞു കിടക്കുക. എന്തൊക്കെയാന്നോർത്തെ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ. ഇത് വാളായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ അനുഭവം എന്തായിരുന്നു ഞാൻ പറയാം. ഒരു ബുൾഡോസർ നമ്മുടെ ശരീരത്തൂടെ ചതച്ചരച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാ. ആ ഒരു എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരു ഉച്ച സമയത്ത് എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലും എനിക്ക് തോന്നി. അന്ന് വരെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പാസ്റ്ററുടെ മോളാ, പാസ്റ്റർമാരുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാ ഞാൻ എന്തോ ആണെന്നുള്ള ഒരു വലിയ ഭാവം ഉള്ളിലിരിക്കുന്ന അക്സയോട് അന്ന് ദൈവം പറയാ, മോളെ ശരിയാ ഇതൊക്കെ, പക്ഷെ ഞാൻ എന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോ നീ ഇതാ. അന്നാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ദൈവമേ, ഞാൻ ഇന്ന് വരെ കേട്ട സുവിശേഷങ്ങളും ഞാൻ കേട്ടതും എന്താണെന്നറിയോ? രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, ആരോടും ദ്രോഹം ഒന്നും ചെയ്യരുത്, വെള്ളയൊക്കെ ഇടണം, ചർച്ചിൽ പോകണം, കർത്തൃമേശ എടുക്കണം, ആരാധനയൊന്നും മുടക്കരുത്. ഞാൻ നോക്കിയപ്പം നമ്മളെ പഠിപ്പിച്ചു വെച്ച ചട്ടങ്ങളൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. ഞാൻ ആരാധന മുടക്കാറില്ല, ഒറ്റ ആരാധന മുടക്കത്തില്ല. ചർച്ചിൽ പോകുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ദൈവത്തോടുള്ള ചോദ്യം, പിന്നെ എങ്ങനെ ഇത് മറഞ്ഞു കിടന്നത്? അപ്പൊ നിങ്ങൾക്കും ഈ ചോദ്യം വരാം. അപ്പൊ ഞാനിത് എന്തുകൊണ്ട് എന്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇന്ന് വായിച്ച വചനത്തിനകത്ത് ഇതുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ പറയുക, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹം അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്തിൽ അനന്യമായിരിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റും,
ചിലർ പറയും, ഓ ഞാൻ ശരീരം കൊണ്ട് പാപം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഹൃദയത്തെ അറിയാവുന്ന ദൈവം, നമ്മുടെ ആകത്തുക അറിയാവുന്ന ദൈവത്തിന് അറിയത്തുള്ള അകത്ത് എന്താ ഇരിക്കുന്നത്. പുറമേ നല്ല വിശുദ്ധരായിരിക്കാം, പുറമെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ആത്മീകരാണെന്ന് പറയാം. ഞാനും അന്ന് വരെ നമ്മൾ പറയും ബിൽഡപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ആത്മീക കൊച്ച്, നല്ല കൊച്ച്, അച്ചടക്കമുള്ള കൊച്ചെന്നൊക്കെ പറഞ്ഞ ഒരു ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു എനിക്ക്. അത് മുഴുവൻ തകർന്നടിഞ്ഞൊരു ദിവസം വരുന്നത്. അപ്പോൾ ഞാൻ ഈ വചനവും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു വചനമാണ്. കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ, മോളെ നീ എന്റെ പ്രത്യക്ഷതയിൽ നിന്റെ ആത്മാവും പ്രാണനും ദേഹവും എല്ലാം അശേഷമായി, അതായത് ക്ലിയർ ആയിട്ട് അനന്യമായിട്ട് നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ആത്മീക അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ആണെന്ന് ചിന്തിക്കുന്നതെല്ലാം ദൈവത്തിന്റെ കണ്ണിൽ ക്ലിയർ ആവണമെന്നില്ല. ഉദാഹരണത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിലുള്ളവരെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ടെസ്റ്റ് മണി ഉണ്ട്. എന്താണെന്നറിയോ? ഓ ആ കൊച്ചു ഭയങ്കര ആത്മീയ കേട്ടോ, നല്ല ആത്മീകമായ ഒരു കൊച്ചു, സ്പിരിച്വൽ, അതൊക്കെ നമ്മൾ പറയും. നമ്മൾ എന്ത് കണ്ടിട്ടാ ഒരാളെ ആത്മീകൻ എന്ന് പറയുന്നത്? ഒറ്റ കാര്യം പറയും, നമ്മൾ എല്ലാവരും പുറമേ ഉള്ളത് നോക്കിയിട്ട് ആത്മീയർ എന്ന് പറയുന്നത്. എന്തുവാ? ചർച്ചിൽ വന്നോണം, ഇരുന്നോണം, കൈയടിച്ചോണം, പാട്ട് പാടിക്കണം, ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞോണം, എല്ലാവരോടും സമാധാനം ആചരിച്ചോണം, എല്ലാവരോടും മാന്യമായിട്ട് സംസാരിക്കും, ഇതൊക്കെ ആത്മീക. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, ഞാൻ ഹൃദയങ്ങളെ അറിയുന്നുള്ള വചനം എന്താണെന്നറിയാമോ? നിങ്ങൾ നോക്കുന്ന ഹൃദയത്തെക്കാൾ ഡീപ്പായിട്ട് എനിക്ക് ഹൃദയത്തെ കാണാൻ പറ്റും. അതായത് ഹൃദയത്തിന്റെ ഓരോ ഭാഗത്തെ ഡൈസെക്ട് ചെയ്ത് കർത്താവിന് കാണാൻ പറ്റും. കർത്താവ് അങ്ങനെ ഓരോന്നും നോക്കുമ്പോ എവിടെയൊക്കെയോ ചിലത് മറഞ്ഞു കിടക്കുന്നത് കർത്താവിന് കാണാം. അതുകൊണ്ടാ മറഞ്ഞു കിടക്കുന്ന പാപം, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അറിയാത്ത ചില പാപം, സ്വമേധാ പാപം, ഇതൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളൂ. 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന. അപ്പം പെട്ടെന്ന് നിങ്ങൾക്കും കൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയും. നിങ്ങൾ എല്ലാവരും താമസിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ, ഞാനിത് പലയിടത്തും പറയുന്നത്, റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതാണ് എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഇത് തന്നെ പറയുന്നത്. വീണ്ടും വീണ്ടും കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനിത് പറയും. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ദൈവദാസനോ ദൈവദാസിയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റോ കയറി വരുമ്പോൾ, നിങ്ങൾ മിക്ക വീടുകളുടെ അവസ്ഥ ഇതായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം, ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ട്. മിക്ക വീടുകളുടെ അവസ്ഥ ഇതാ. എന്നെങ്കിൽ നമ്മൾ കഴുകിയിട്ട തുണികൾ മൊത്തം നമ്മുടെ സോഫായെ കാണും, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറുകള്, നമ്മുടെ കുഞ്ഞുങ്ങളിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇതെല്ലാം അവിടെ ഇവിടങ്ങളായിട്ട് കാണാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഒരു ഗസ്റ്റ് കയറി വന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും, പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറയും. അപ്പൊ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറയുമ്പം നമ്മൾ ചെയ്യുന്നത് ഓടിച്ചെന്ന് പെട്ടെന്ന് എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചു വാരി പെട്ടെന്ന് ക്ലീൻ ചെയ്തിടും. എന്നാൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ടോ? നമ്മൾ ആരെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ടോ? ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല. കാരണം എന്താ? നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിന്റെ ആവശ്യമില്ല ഡെയിലി, അല്ലെ? നമ്മൾ ഡെയിലി ക്ലീനിങ് ആ ചെയ്യുന്നത്. എന്നാൽ ഡീപ്പ് ക്ലീനിങ് എപ്പോഴാ ചെയ്യുന്നതെന്ന് അറിയാമോ? ചിലരുടെ എങ്കിലും വീടുകളിൽ, ഗൾഫിൽ എനിക്കറിയില്ല, നാട്ടിലൊക്കെ ഒരു കല്യാണമോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യത്തില്ല, പെട്ടെന്നുള്ള ക്ലീനിങ്. പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാ? യൂഷ്വലി എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഓടി വന്നിട്ട് തുണികളെല്ലാം എടുത്ത് മടക്കത്തില്ല, നമ്മുടെ ഗസ്റ്റ് റൂമിനകത്തോട്ട് ഇടും, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിനകത്തോട്ട് ഇടും, മടക്കി വെക്കത്തില്ല. നമ്മൾ ഒന്നെങ്കിൽ ചൂലെടുത്തിട്ട് വന്ന് പെട്ടെന്ന് ഗസ്റ്റ് വരുവാണെങ്കിൽ എല്ലാം കൂടെ അടിച്ചു വാരി സോഫായുടെ അടിയിലോട്ട് ഇടും, ഇല്ലേ? പെട്ടെന്ന് അടിച്ചു വാരാൾ ഗസ്റ്റ് വാതിക്ക നിൽക്കുക. പെട്ടെന്നുള്ള ക്ലീനിങ്ങാ ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്ലീൻ ചെയ്തോന്ന് ചോദിച്ചാൽ ക്ലീൻ ചെയ്തു, എന്നാൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ക്ലീനിങ് നടന്നിട്ടില്ല. സോഫായുടെ അടിയിൽ കിടപ്പുണ്ട് കുറച്ച് കാര്യങ്ങള്, ഇല്ലേ? സോഫായുടെ മറവി കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യത്തില്ല. നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴായിരിക്കും സോഫ മാറ്റുന്നത്. സോഫ മാറ്റിയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മള് നാളുകളായിട്ട് കിടക്കുന്ന പൊടി കാണുന്നത്, കർട്ടന്റെ പുറകിൽ കാണുന്നത്, അല്ലെങ്കിൽ മുടി കാണുന്നത്, ക്ലിപ്പ് കാണുന്നത്, നഷ്ടപ്പെട്ടു പോയ പല സാധനം ഈ സോഫായുടെ അടി കാണാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം നമ്മൾ ഡെയിലി ക്ലീനിങ് ആ ചെയ്യുന്നത്. എപ്പോഴും കർത്താവ് ഇന്ന് പകൽക്കാലം വന്നു പോയതെല്ലാം എന്നോട് ക്ഷമിക്കണം, അങ്ങനെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. പിന്നെ ഞായറാഴ്ചയുണ്ട് ഒരു ക്ലീനിങ്, കർത്തൃമേശയ്ക്ക് മുമ്പുള്ള ക്ലീനിങ്. ഇതെല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, നമ്മളിൽ എത്ര പേർ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ശരിക്കും ചെയ്യുന്നുണ്ട്? ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താ ഡീപ്പ് ക്ലീനിങ്. നമ്മുടെ ഓരോ ഭാഗങ്ങളും
നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. സോഫയുടെ അടി ക്ലീൻ ചെയ്യുക, കർട്ടൻ ക്ലീൻ ചെയ്യുക, ജനലിന്റെ ഓരോ അഴികളും ക്ലീൻ ചെയ്യുക. ഓരോ ഭാഗം ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുക. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ഭാഗങ്ങളെ കർത്താവ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുക ഇന്ന് രാത്രികാലം. പരിശുദ്ധാത്മാവിനോട് ഇതേ കാര്യം തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. എവിടെയൊക്കെയോ ദൈവ മക്കളിൽ ചില സമയങ്ങളിലെങ്കിലും മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ കിടപ്പുണ്ട്. ഇത് നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമാണ്. എന്തുകൊണ്ടത് തടസ്സമാണ്? നമ്മൾ ഇത് വലിയ കാര്യമാക്കി എടുക്കത്തില്ല. ഇത് നമ്മൾ വലിയ കാര്യമാക്കി എടുക്കാത്തത് കൊണ്ട് വരുന്ന ദോഷം എന്താണെന്നറിയാമോ? കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ ഇത് തടസ്സമായിട്ട് നിൽക്കും. അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യും. ഇവിടെ പറയുന്ന വാക്യം ഞാൻ വായിച്ച 23-24 വാക്യങ്ങൾ ഇംഗ്ലീഷില് ആംപ്ലിഫൈഡ് വേർഷനിൽ ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഭയങ്കരമായിട്ട് അത് ക്ലിയർ ആയിട്ട് ആ വേർഷനിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ: നൗ മേ ദ ഗോഡ് ഓഫ് പീസ് ഹിംസെൽഫ് സാന്റിഫൈ യു ത്രൂ that separate you from profane and vulgar things. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്തതായ കാര്യങ്ങൾ, വൾഗർ തിങ്സിൽ നിന്നൊക്കെ നമ്മളെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ പണിയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പണിയുടെ ആദ്യത്തെ ഘടന എന്ന് പറയുന്നതാ എന്തുവാ? നമ്മളെ ക്ലീൻ ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുക, മേക്ക് യു പ്യൂർ ആൻഡ് ഹോൾ ആൻഡ് അൺഡാമേജ്ഡ്, കോൺസിക്രേറ്റ് ടു ഹിം. അപ്പൊ 3 കാര്യം: പ്യൂർ ആയിരിക്കണം, ഹോളി ആയിരിക്കണം, 3 അൺഡാമേജ്ഡ് ആയിരിക്കണം. ഡാമേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, കുറവൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് പരിശുദ്ധാത്മ നിങ്ങൾ ഓരോരുത്തരോടും കർത്താവ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ: കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ മണവാട്ടിയായിട്ട് ഒരുങ്ങുന്ന ഈ ഇപ്പോൾ സൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെ, നിങ്ങൾ പ്യൂർ ആണോ? നിങ്ങൾ ഹോൾ ആണോ? അതായത് കംപ്ലീറ്റ് ആണോ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ? അതുപോലെ തന്നെ അൺഡാമേജ്ഡ് ആണ്. എവിടെയെങ്കിലും ഒക്കെ ചതവോ മുറിവോ ഒക്കെ കിടപ്പുണ്ടോ? ഈ മുറിവെന്നൊക്കെ പറയാൻ ഈ ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന യാഗവസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ? അത് കുറവില്ലാത്തതായിരിക്കണം. ചതഞ്ഞതോ മുടം തൊള്ളതോ കുരുടുള്ളതോ ഒന്നും ആവാൻ പാടില്ല. മഹാപുരോഹിതൻ അത് ചെക്ക് ചെയ്യുമ്പോൾ അതിനൊരു കുറവും കാണാൻ പാടില്ല. കുറവുള്ളതിനെ യാഗം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാ കുറവൊന്നും പാടില്ല. ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായി എവിടെയെങ്കിലും ഒക്കെ കുറവുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അതൊന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് ഞാൻ ആ വാക്യങ്ങളെല്ലാം നിങ്ങളോടൊന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കിടക്കുന്നത്, മറഞ്ഞു കിടക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പ്രസംഗിക്കുന്നു, ചർച്ചിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ചോദ്യം ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാ: ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായതാണോ നമ്മൾ ചെയ്യുന്നത്? ഞാൻ പോലും ഈ ചോദ്യം എന്നോട് 30ാമത്തെ വയസ്സിലാണ് ചോദിച്ചത്. അതുവരെ എന്റെ മാനുഷികമായ ചിന്ത, ഞാൻ ചെയ്യുന്ന ആരാധന ദൈവത്തിന് പ്രസാദമാ, ഞാൻ പോകുന്ന വഴി ദൈവത്തിന് പ്രസാദമായിരുന്നു. എന്നാൽ പലപ്പോഴും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോഴെങ്കിലും ഒക്കെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ നോക്കിയപ്പം എല്ലാവരും ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവേ, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? നോക്കിക്കേ, ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മാത്രം എന്താ ഇങ്ങനെ സെപ്പറേറ്റ് ആവണോന്ന് പറയുന്നത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത? അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ ഇതെല്ലാം ചെയ്യുക. നമ്മുടെ ഇടയിലൊക്കെ അത് വരാം. ഇന്നെല്ലാ വിശ്വാസ സമൂഹത്തിലും ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് നമ്മളും ഇവരുടെ ഒപ്പം എല്ലാം ചെയ്തു കൂട്ടുക. എന്നാൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇത് ദൈവത്തിന് പ്രസാദമാണോ? പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ചോദിക്കാം. കർത്താവ് എന്നോട് ചോദിച്ചതാ, മോളെ, നിന്റെ ആരാധന എനിക്ക് പ്രസാദമാണോ ഇല്ലയോ എന്ന് നീ എങ്ങനെ അറിയുന്നത്? അപ്പോഴേ ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ, 30 വർഷം കർത്താവിനെ ആരാധിച്ചു, എന്റെ ദൈവത്തിന് ഇത് പ്രസാദമാണോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കർത്താവ് എന്നോട് ചോദിച്ച ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. എന്നെ പഠിപ്പിച്ച അതേ എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മറ്റൊന്നുമല്ല, ഉദാഹരണം പറയുക കേട്ടോ. എനിക്കിപ്പോ സൗമ്യ മാമിനെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ പേരൊന്ന് കടമെടുക്കുക, സൗമ്യ മാം പിണങ്ങത്തില്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഞാൻ സൗമ്യ മാമിന്റെ വീട്ടിൽ ചെല്ലുകയാന്ന് വിചാരിക്കട്ടെ. സൗമ്യ മാം എന്നെ വിളിക്കുക ഗസ്റ്റ് ആയിട്ട്, അക്സ വീട്ടിൽ വരണം, ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ വകയാ. ഞാനിപ്പോ ആ വീട്ടിൽ ചെല്ലുന്നു, ലഞ്ച് കഴിക്കാൻ ചെന്നിരിക്കുന്നു. ഇപ്പൊ സൗമ്യ മാം ഏറ്റവും സൂപ്പർ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പം സൗമ്യ മാം പറയാ, അക്സ വരുന്നോണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം. എന്തുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സൗമ്യ മാം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ഒരു ഡിഷാണ് ബിരിയാണി. എല്ലാ ആന്റിമാരും അങ്ങനെ തന്നെ. ഗസ്റ്റ് വന്നാൽ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ആൾക്കാർ സൂപ്പർ എന്ന് പറഞ്ഞ സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം സൗമ്യ മാം ബിരിയാണി ഒക്കെ ഉണ്ടാക്കി.
ചിക്കൻ കറി ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. എന്നെ വിളിച്ചു, ഞാൻ കഴിക്കാൻ ചെന്നിരിക്കുക. സൗമ്യമാമ ഭയങ്കര എക്സ്പെക്ടേഷനില്ല, ഞാനും ഭയങ്കര എക്സ്പെക്ടേഷനില്ല. അയ്യോ സൗമ്യമാമയുടെ ലഞ്ച് കഴിക്കാൻ ചെല്ലുന്നു. ഞാൻ ചെന്നു കഴിക്കാനിരുന്നു. സൗമ്യമാമ ആദ്യത്തെ പാത്രം അങ്ങോട്ട് തുറന്നു. എന്നോട് പറയും, അക്സമോളെ ഞാൻ ഉണ്ടാക്കിയത് എന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. പ്ലേറ്റിലോട്ട് എടുക്കാൻ നേരത്ത് സ്പൂൺ ഇട്ടപ്പോ ഞാൻ പറയാം, അയ്യോ മാം ഞാൻ ബിരിയാണി കഴിക്കത്തില്ല കേട്ടോ. അയ്യോ. അപ്പൊ മാമിന് ഭയങ്കര സങ്കടമായി. മാം ചോദിച്ചു, അയ്യോ അക്സ ഒന്ന് കഴിച്ചു നോക്ക്, ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും സൂപ്പറാ, ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ്, എല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞു, മാം ഇനി സൂപ്പർ ആണെങ്കിലും എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ ബിരിയാണി കഴിക്കത്തില്ല. അപ്പൊ മാം പറയും, ഒരു കാര്യം ചെയ്യുന്ന, ചപ്പാത്തിയും ചിക്കൻ കറിയും തരാം. ഞാൻ പറയും, മാം ഒന്നും തോന്നരുത്, ഞാൻ നോൺ വെജ് അല്ല, വെജിറ്റേറിയനാ. പക്ഷെ മാമിന് തരാൻ എന്റെ ഈ വെജിറ്റേറിയൻ ഒന്നുമില്ല, മാം എല്ലാം നോൺ വെജ് ഉണ്ടാക്കി. നിങ്ങൾക്ക് അപ്പൊ ഒന്ന് ഊഹിക്കാമോ എത്ര ദിവസത്തെ എഫേർട്ട് ആയിരിക്കും എന്നറിയോ? നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ജോലിയോട് കൂടെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത്. എത്ര ദിവസത്തെ പ്രിപ്പറേഷൻ ആയിരിക്കും, എത്ര നേരത്തെ എഫേർട്ടാ. കുക്കിംഗ് ഈസി അല്ല അല്ലെ? എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് ഫ്രണ്ടിൽ വരുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം പക്ഷെ ഞാൻ ചെയ്യുക, ഓക്കെ മാമിനെ വിഷമിപ്പിക്കേണ്ടെന്നോർത്ത് ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, ഇച്ചിരി ചപ്പാത്തി അച്ചാറും തന്നേര്. ഞാൻ ചപ്പാത്തി അച്ചാറും കഴിച്ചിറങ്ങി. 2 ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. 1, കഴിച്ച് എനിക്ക് തൃപ്തിയായിരുന്നു. 2, തന്നയാൾക്ക് തൃപ്തിയായിരുന്നു. തന്നയാൾക്ക് എന്തായാലും തൃപ്തിയായിട്ടുണ്ടാവില്ല. കാരണം ആള് പറയും, ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല, ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കേണ്ടതായിരുന്നു അക്സയ്ക്ക് എന്തായിരുന്നു ഇഷ്ടമെന്ന്. വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എനിക്ക് എന്തായിരുന്നു ഇഷ്ടവും. ഇത് വിളിച്ചു ചോദിക്കാത്തടത്തോളം മാമിന്റെ ഇഷ്ടത്തിന് മാം ഉണ്ടാക്കി വെച്ചിട്ട് അത് അക്സ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാൻ പറ്റുമോ? പറഞ്ഞതിന്റെ ഉദാഹരണം മനസ്സിലായെങ്കിൽ ഇനി ഞാൻ ആത്മീക അർത്ഥത്തിലേക്ക് വരാം. നമ്മൾ കൊടുക്കുന്ന ആരാധന നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്തിട്ട് അത് ദൈവം പ്രസാദിക്കണോന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദം ആകുമോ എന്നാ ചോദ്യം. കർത്താവേ എന്റെ പാട്ട് നല്ലതാ, ഞാൻ നന്നായിട്ട് പാടുന്ന ആളാ, ഒരു കാര്യം ചെയ്യും, ഞാൻ പാട്ട് പാടാം, അതെന്റെ ആരാധനയായിട്ട് അങ്ങ് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ ആ പാട്ട് പാടിയാൽ എങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ, അതൊക്കെ കഴിഞ്ഞ് എന്റെ പാട്ടിന്റെ ഒക്കെ ശൈലികൾ മാറി. പണ്ടൊക്കെ ട്യൂൺ ഇഷ്ടമുള്ള പാട്ട്, നല്ല വരികളുള്ള പാട്ടൊക്കെ ചൂസ് ചെയ്യുന്ന ആൾ. ഇപ്പൊ അങ്ങനല്ല, എന്റെ അനുഭവത്തിലുള്ള പാട്ടേ ഞാൻ പാടത്തുള്ളൂ. കാരണം എനിക്ക് മനസ്സിലായി കർത്താവിന് ഇഷ്ടമുള്ളത് എന്റെ വാക്കും എന്റെ ഹൃദയം ഒരുപോലെ വരണം. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ചർച്ചിൽ പോയി പണ്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടൊക്കെ ഞാൻ ഇപ്പൊ ഇരുന്ന് പാടിയിട്ട് ഓർക്കും, കർത്താവേ ഈ പാട്ടൊക്കെ ഞാൻ പാടിയപ്പോ മനസ്സ് വേറെ എവിടോ ആയിരുന്നു. പാസ്റ്റർ കൈയടിക്കാൻ പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്നു, പക്ഷെ അതിന്റെ ഒന്നും അർത്ഥം പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പോഴാ പണ്ടത്തെ പല പാട്ടുകളുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായത്. കാരണം പല പാട്ടിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അറിയാം, നിങ്ങളോട് തന്നെ ചോദിച്ചാൽ വർഷങ്ങളായിട്ട് പാടുന്ന പല പാട്ടിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ കർത്താവ് പറയുന്നത്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ജൽപ്പനത്തിനകത്തുള്ള നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥനയൊക്കെ. പ്രാർത്ഥിച്ചത് എന്താന്ന് ചോദിച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അയ്യോ ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു, അയ്യോ അതെനിക്കറിയില്ല, അങ്ങ് പ്രാർത്ഥനയുടെ ഫ്ലോയിൽ പോകും. കാരണം നമ്മളും ഇപ്പൊ പാരമ്പര്യത്തിനകത്തായി പോയി, നന്നായിട്ട് ബന്ധുക്കോസുകാർക്ക് ഇപ്പൊ പാരമ്പര്യം അകത്ത് വന്നു. കാരണം നമ്മളും വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ വാക്യങ്ങളുണ്ടല്ലോ, വാക്യങ്ങൾ എടുത്ത് ചില ആന്റിമാരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ പിള്ളേർക്ക് അറിയാം ഇന്ന പ്രാർത്ഥന അടുത്ത വരി ഇന്നതാണ്. കാരണം അവർ പ്രാക്ടീസ് ചെയ്തു പോയി. ഇപ്പൊ ആ പ്രാർത്ഥനാ ശൈലി പോലും പുതുമയൊന്നുമല്ല, പഠിച്ചു വെച്ചേക്ക, അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇതെല്ലാം ഒരു ശൈലിയായി പോയി. അപ്പൊ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ആരാധിച്ചിട്ട് അത് ഞാൻ പ്രസാദിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നടക്കുന്നത്? എനിക്ക് പ്രസാദം. അന്നാണ് ഞാനൊരു സത്യം മനസ്സിലായത്. ഞാൻ ഈ 30 വർഷം ചർച്ചിൽ പോയി ആരാധിച്ചിട്ട് ഇന്ന് വരെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള പ്രസാദം അന്ന് കർത്താവിനോട് ചോദിച്ച കാര്യം. ഇപ്പൊ ഞാനൊരു ഭക്ഷണം കഴിച്ചു, ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നറിയോ? ഭക്ഷണം ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ആള് പറയുക സൂപ്പർ ആയിരുന്നു, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാ ഉണ്ടാക്കി വെച്ചത്, ഇത്രയും രുചിയുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല. തൃപ്തിയായി എന്നൊരു വാക്ക് ആ ഗസ്റ്റ് പറഞ്ഞാൽ കൊടുത്ത നിങ്ങളുടെ മനസ്സ് നിറയും, കഴിച്ച ഗസ്റ്റിന്റെ മനസ്സ് നിറയും. ഇതുപോലെ തന്നെ ആരാധന. എന്താ ആരാധന? ദൈവത്തിന് കൊടുക്കുന്നത് ആരാധന. പക്ഷെ പലപ്പോഴും നമ്മൾ ചർച്ചിൽ പോയിരുന്ന് ആരാധിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ആ റിവ്യൂ പറയുന്ന ആരാധനയെ കുറിച്ച്. എന്തുവാ, ഇന്നത്തെ ആരാധന സൂപ്പർ ആയിരുന്നു കേട്ടോ, ഇന്നത്തെ പാട്ട് എന്നാ പാട്ടായിരുന്നു, ഇന്നത്തെ പാസ്റ്ററുടെ മെസ്സേജ് എന്നോട് തന്നെ ഉള്ളതായിരുന്നു. നമ്മൾ ആരാധനയെ കുറിച്ച് റിവ്യൂ പറഞ്ഞത്. പക്ഷെ ആരാധന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അത് ദൈവം സ്വീകരിച്ചിട്ട് ദൈവം അതിന്റെ റിവ്യൂ പറയേണ്ടത്. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഇത് പലപ്പോഴും നമ്മൾ റിവ്യൂ പറയുന്ന, ഇന്നത്തെ എന്റെ ആരാധന കൊള്ളായിരുന്നു, ഇന്ന് ഞാൻ നന്നായിട്ട് കുറെ നാൾ കൂടി 10 മിനിറ്റ് ഇന്ന് അന്യഭാഷ മാത്രം പറഞ്ഞ് ആരാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രണ്ടാമത്തെ
പാട്ട് എന്നെ ടച്ച് ചെയ്ത് അതങ്ങ് നിർത്തി അങ്ങ് ആരാധിച്ചു എന്നൊക്കെ പറയും. അങ്ങ് ആരാധിച്ചു. ഇതൊക്കെ നമ്മുടെ റിവ്യൂ ആ. പക്ഷെ ഈ ആരാധന എന്ന വാക്കിന്റെ അർത്ഥം പോലും എന്താണെന്നറിയോ? ദൈവത്തിന് ഞാൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നത് ആരാധന. പ്രാപിച്ച ആള് വേണം ഇതിനെക്കുറിച്ച് പറയാൻ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. എന്നാൽ നമ്മൾ പലപ്പോഴും അത് ചോദിക്കാറുണ്ടോ? അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ആരാധനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു നിയമമുണ്ട് വിശുദ്ധ ബൈബിളിൽ. എന്താണെന്നറിയോ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഇപ്പോൾ ഞാൻ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടോ, ജീവനുണ്ടോ? ജീവനുണ്ടോ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ കൈയടിക്കുന്നതും കണ്ണടയ്ക്കുന്നതും പാസ്റ്റർ കൈ വെക്കാൻ പറയുമ്പോൾ ആ ജീവനുള്ളതല്ല കൈ വെക്കുക, അതല്ല. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കമാൻഡ് അനുസരിക്കുന്നതല്ല. ജീവനുള്ളത് ആരും പറയാതെ തന്നെ ചെയ്യും. പാസ്റ്റർ പറഞ്ഞിട്ട് കൈ ഉറപ്പിക്കുന്നതല്ല, പാസ്റ്റർ പറഞ്ഞിട്ട് കൈ അടിക്കുന്നതല്ല, തന്നെ ആരാധന ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരും. അതാണ് ആരാധന. പെട്ടെന്ന് പറയുക, ഇതാണ് ആരാധന. അത് ദൈവം പറയണം പ്രസാദിച്ചത്. അതായത് ഒറ്റ ചോദ്യം, നിങ്ങൾ എല്ലാവരും ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ, നിങ്ങൾ വണ്ടിയിൽ ഇരുന്ന് വീട്ടിൽ പോയി റിവ്യൂ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളിൽ എത്ര പേർ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇന്ന് ഞാൻ ആലയത്തിൽ പോയി ആരാധിച്ചു, എന്റെ അപ്പൻ ഇന്നത്തെ ആരാധന പ്രസാദമായിരുന്നോ? അപ്പൻ ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയോ കുറവ് വന്നു, ഒന്ന് പറയാമോ? ഞാൻ അടുത്ത ആരാധനയിൽ അത് ഇംപ്രൂവ് ചെയ്യാന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? കർത്താവ്, എന്റെ പ്രസംഗം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? അങ്ങക്ക് ഇഷ്ടപ്പെട്ടോ എന്നാ ചോദിക്കേണ്ടത്. അന്ന് തൊട്ട് എന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിൽ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. അതിനകത്ത് ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് ആ വാക്യം ഒന്ന് പറയാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 1 തെസ്സലോനിക്കർ 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞ, നിങ്ങളുടെ ഹൃദയം ഒന്ന് സ്ഥിരപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലിച്ച് നിൽക്കരുത്, സ്ഥിരത ഉണ്ടാവണം. സ്ഥിരത ഉണ്ടാകണമെങ്കിൽ അകത്തു കിടക്കുന്ന പലത് പുറത്തു വരണം. മറഞ്ഞു കിടക്കുന്നതൊക്കെ ചിലത് പുറത്തു വരണം. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എന്നെ തിരുത്തിയ കാര്യങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കി, സിസ്റ്റർ അത് സിസ്റ്റർ തിരുത്തിയതല്ലേ, ഞങ്ങളോട് എന്തിനാ അത് പറയുന്നത് ചോദിച്ചാൽ അതുകൂടെ ഞാൻ പറയുക. എന്നെ കർത്താവ് ഈ മാനസാന്തരം, ഞാൻ ഈ പറയുന്നതിൽ മാനസാന്തരം എല്ലാ ദിവസവും നടക്കേണ്ട കാര്യം കേട്ടോ. പലപ്പോഴും പല വ്യക്തികളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന, പെന്തക്കോസ്ത് കോളത്തിലുള്ളവർ തന്നെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ 10 വയസ്സുള്ളപ്പോൾ 12 വയസ്സുള്ളവർ രക്ഷിക്കപ്പെട്ടു, അന്ന് മാനസാന്തരം നടന്നു, ഇനി ഒരിക്കലും മാനസാന്തരത്തിന്റെ ആവശ്യമില്ലെന്ന്. അല്ല, ഓരോ ദിവസവും നമ്മൾ മാനസാന്തരം. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് വചനം പറയുന്നു. എങ്ങനെയാ? ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ എന്തൊക്കെയോ പുതുക്കാനുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ തന്നെ 10 വർഷം ജീവിച്ചു കഴിഞ്ഞാൽ ആ വീടിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് ഓർത്തേ, അല്ലെ? പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ ആ പുതുക്കം വരുത്തുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തും. പെയിന്റ് അടിച്ചോ, അല്ലെ, പുതിയൊരു അനുഭവം എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം നമുക്ക് പുതുമ ഇഷ്ടം. എങ്ങനെയെങ്കിലും കർത്താവിന് പുതുമ ഇഷ്ടം. രക്ഷിക്കപ്പെട്ട അന്ന് മുതലുള്ള ഇരിപ്പ, ഒരു മാറ്റവും ഇല്ല, ഒരു പുതുമയില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ പഴമയ്ക്കകത്തിരിക്കുന്നത് മുഴുവൻ ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം, ഞാൻ എന്തോ ആണെന്നുള്ള ഉന്നതഭാവമായിരിക്കാം, നികളഹൃദയായിരിക്കും. ഇതൊക്കെ ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവാത്മാവ് എന്നെ തിരുത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, 1 പത്രോസ് 2:1-2. പരിശുദ്ധാത്മാവ് എന്നെ തിരുത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ആദ്യം വചന ശുശ്രൂഷയ്ക്ക് അല്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യം കുറെ കാര്യങ്ങൾ ട്രെയിനിങ് എന്നിട്ട് 2023 തൊട്ട് ഞാൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ തിരുത്തിയ കാര്യങ്ങൾ നീ ഇന്ന് പോയി ലോകം മുഴുവൻ പോയി സഭകളിൽ പോയി പ്രസംഗിക്കണം. അന്ന് ഞാൻ ചോദിച്ചു, കർത്താവ്, എന്നെ ആര് സഭകളിൽ പ്രസംഗിക്കാൻ വിളിക്കണം? കാരണം അന്ന് ഞാൻ പ്രസംഗിക്കാനൊന്നും പോയില്ല, അനുഭവങ്ങളെ പറയത്തുള്ളൂ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം, ദൈവസഭയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹൃദയങ്ങളിൽ കപടത നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കപടതകൾ മാറ്റാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ ഈ വാക്യം പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം. ഞാൻ അന്ന് വരെ ഒരു കപടഭക്തിക്കാരിയായിരുന്നു. അന്ന് ഞാൻ സമ്മതിച്ചു, കർത്താവേ, ഞാൻ കപടഭക്തിക്കാരിയാണ്. ആ വാക്ക് പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഈ കപടഭക്തിയെ കുറിച്ച് കർത്താവ് എന്നെ പഠിപ്പിച്ചിരുത്തി. അന്നാണ് എനിക്ക് മനസ്സിലായി, മത്തായി 5-6 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ഉപവസിക്കരുത്. എന്തുവാ ഈ കപടഭക്തിയുടെ ആദ്യത്തെ ലക്ഷണം? ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അത് എവിടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഇത് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ടോണം കേട്ടോ. കാരണം ഇത് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ മറഞ്ഞു കിടക്കുന്ന പാപമാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. ഞാൻ അറിഞ്ഞില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ ഉള്ളിൽ ഇതുണ്ടെന്ന്.
എന്താ ഒന്നാമത്തെ ലക്ഷണം? പ്രാർത്ഥനയിൽ നമ്മൾ നല്ല വാക്ചാതുര്യത്തോടെ പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥനയും ഹൃദയവും തമ്മിൽ ബന്ധമില്ല. അതായത് പ്രാർത്ഥിക്കുന്ന വാക്കുകളും ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതാണ് ഒരു കപടഭക്തിയുടെ ലക്ഷണം. 2, ഉപവസിക്കുക. എന്താ ഉപവാസം? ദൈവത്തിന് പ്രസാദപ്പെടാനല്ല, നമ്മുടെ പ്രസാദനം. ഞാൻ 40 ഇരുന്നു, എവിടെയോ നമ്മുടെ പ്രസാദം. പേഴ്സണൽ പ്രെയർ നമ്മുടെ പ്രസാദത്തിന്, ആരാധന നമ്മുടെ പ്രസാദത്തിന്, ഉപവാസവും നമ്മുടെ പ്രസാദത്തിന്. ദൈവം ചോദിക്കുന്നത് എവിടെയാ എനിക്ക് പ്രസാദം ഉള്ളത് ചെയ്യുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസം എങ്ങനെയാ? ദൈവം പറയുന്ന സമയത്ത് നമ്മൾ ഇരിക്കും. ദൈവം പറയാം, അടുത്ത ഒരു 7 ദിവസം ഇരിക്കാൻ ഒരു നിയോഗം പരിശുദ്ധാത്മാ ഉള്ളിൽ തരിക, 7 ദിവസം നീ എന്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അനുസരിക്കും. നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇരിക്കും. ഉപവാസത്തിൽ ആദ്യം നടക്കുന്ന എന്തെന്നറിയോ? ഏത് ഉപവാസത്തിന്റെയും തുടക്കത്തിൽ അനുതാപം ഉണ്ടാകും. എല്ലാവർക്കും ഉണർവിഷ്ട. പക്ഷെ ഞാൻ വായിച്ച വിശുദ്ധ ബൈബിളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഉണർവ് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അതിനു മുമ്പ് ഒരു അനുതാപം വന്നിട്ടുണ്ട്. എന്താ അനുതാപം? പാപത്തിൽ നിന്നുള്ള മാനസാന്തരം അനുതാപം. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഇന്നത്തെ ദൂതിൽ പരിശുദ്ധാത്മ പറയാൻ ആഗ്രഹിക്കും, മറഞ്ഞു കിടക്കുന്നതിനെയൊക്കെ നമുക്ക് ഇന്നൊന്ന് മാറ്റണം. പെട്ടെന്ന് ഞാൻ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളിലേക്ക് ഒന്ന് വരിക. ഒന്ന് പെട്ടെന്നുള്ള സമയത്ത് പറയുവാണ്, പെട്ടെന്ന് പറഞ്ഞ് പറയാം. 1 പത്രോസ് 2:1 പറയാ, ആകയാൽ നിങ്ങളിലെ സകല ദുഷ്ടത. എന്താ ദുഷ്ടത? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. വളർന്ന പെന്തുക്കോസ്ത് വീട്ടിൽ വളർന്ന ഒരാളോട് കർത്താവ് പറയാ, മോളെ നീ ദുഷ്ടയാന്ന്, നിന്നിൽ ദുഷ്ടതയുണ്ടെന്ന്. ദുഷ്ടതയുള്ളവനെ ദുഷ്ടൻ തന്നെയാ ദൈവവചനം വിളിക്കുന്നത്. അന്നാണ് എനിക്ക് മനസ്സിലായത് കർത്താവിന്റെ കണ്ണിൽ കർത്താവ് അക്സയെ കാണുന്ന ഒരു ദുഷ്ടയായിട്ട്. 2 കാര്യത്തിൽ ദുഷ്ടതയുണ്ട്. 1, അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നിങ്ങളിൽ ഉണ്ടാവരുത്. എബ്രായർ ലേഖനത്തിൽ പറയുക 3-ാം അധ്യായത്തില്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പൊ എന്താ ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം? നമ്മൾ കർത്താവിനെ അവിശ്വസിക്കുമ്പോൾ നമ്മൾ അറിയാതെ ദുഷ്ടന്മാരാകുക. ഇപ്പൊ നമ്മൾക്ക് അവിശ്വാസം വലിയൊരു ഇതായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാ പറയുക, അവിശ്വാസികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വാസികളാണ്. അത് തെറ്റാ. 2, എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഷ്ടത ഞാൻ പറയാം. നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ നമ്മൾ ദുഷ്ടരാകുക. എന്താ ഈ ദുഷ്ടത? നമ്മൾ ആരെയാ ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്? കൊലപാതകം ചെയ്യുന്നവരെയാണ് നമ്മൾ ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്. കൊലപാതകം ചെയ്യുന്നവരെ. ആരാണ് ഈ കൊലപാതകം ചെയ്യുന്നവര്? ഈ വിശുദ്ധ ബൈബിളിൽ എല്ലാത്തിനും ഡെഫിനിഷൻ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 യോഹന്നാൻ 3:15 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. എന്തോ ഇതിന്റെ അർത്ഥം? പ്രിയ ദൈവമക്കളെ, ഞാനിത് സ്നേഹത്തോടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഓർക്കും നമ്മൾ 10 കൽപ്പന അനുസരിക്കുന്നുണ്ട്. എന്താ 10 കൽപ്പന? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, ഒക്കെ നമുക്കറിയാവുന്ന 10 കൽപ്പന. ഈ 10 കൽപ്പനയിൽ കുല ചെയ്യരുതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ ആദ്യം വരുന്ന വാക്ക്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കണ്ണാടി കൂടെ, അല്ലെ പരിശുദ്ധാത്മാവ് നമ്മളെ വചനമാകുന്ന കണ്ണാടി കൂടെ കാണിച്ചു തരിക, നമ്മൾ പലരെയും കൊന്നിട്ടുണ്ട്. എങ്ങനെയാ? കത്തിയെടുത്ത് കുത്തുന്നില്ല, തോക്ക് വെച്ച് വെടിയും വെക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാവാകുന്ന ആയുധം കൊണ്ട് നമുക്ക് പലരെയും കൊല്ലാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കൊലപാതകത്തിന്റെ ഡെഫിനിഷൻ കർത്താവിന്റെ കണ്ണിൽ കൂടെ വായിച്ചത് ഈ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ. അവിടെ പറഞ്ഞേക്കാം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാ. അപ്പൊ ഞാൻ ഓർത്ത് പകയ്ക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഈ പക എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു വാക്ക്, എന്താ പകയ്ക്കാം? ദോസ് ഹു ഹേറ്റ് ഹിസ് ബ്രദർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഉദാഹരണത്തിൽ ഞാൻ പറയാ, എനിക്ക് ഇന്നയാളെ ഇഷ്ടമല്ല, എനിക്ക് ആ വ്യക്തിയോട് വെറുപ്പാണ്. നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇഷ്ടക്കേട് കാണിച്ചു തുടങ്ങും, അല്ലെ? ഇപ്പൊ ഒരേ സഭയിലുള്ള വിശ്വാസികളാണ്, ഒരാളെ ഇഷ്ടമല്ല, നമ്മൾ എന്ത് ഇഷ്ടക്കേട് കാണിക്കും? എങ്ങനെയാ കാണിക്കുന്നത്? ആ വ്യക്തിയുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, ആ വ്യക്തി വിളിച്ച ഫോൺ എടുക്കത്തില്ല, നമ്മൾ പതുക്കെ ഇഷ്ടക്കേടുകൾ കാണിക്കും. നമ്മൾ ഓർക്കും നമ്മൾ വാക്കുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്നില്ലോ എന്ന്. പക്ഷെ കർത്താവ് പറയുന്നത്, മോളെ ഞാൻ പുറമേ ഉള്ളത് നോക്കുന്നില്ല, ഞാൻ ഹൃദയത്തെയാ നോക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ എനിക്കൊരു വ്യക്തിയോട് പകയുണ്ട്, ഇഷ്ടക്കേടുണ്ട്, എനിക്ക് ഇഷ്ടമില്ല ആ വ്യക്തിയെ. ഞാൻ 10 വട്ടം പറയും, എനിക്ക് ആ വ്യക്തി ഇഷ്ടമല്ല, എന്നെ വിളിക്കേണ്ട, ഞാൻ വരത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നില്ല വെറുപ്പ, ഇഷ്ടക്കേടാ, ഹെയ്റ്റ്. അപ്പൊ ഇഷ്ടക്കേടുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിള് പറയുന്ന ഇഷ്ടക്കേട് പോലും ദൈവം കാണുന്ന കൊലപാതകമായിട്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പതുക്കെ അവരെ അവോയ്ഡ് ചെയ്യല്ലേ. അപ്പൊ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തിയോടാണ് ഇരിക്കുന്നത്, അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെ? ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അതുകൊണ്ടാ ലോകപരമായ ആൾക്കാർ കൊല്ലുന്നു. എനിക്ക് ഈ വ്യക്തിയെ വേണ്ട, അതുകൊണ്ട് ഞാൻ കൊല്ലുന്നു. കൊന്ന ആ വ്യക്തി പിന്നെ ലൈഫിലില്ല.
ഇത് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. നമ്മൾ കത്തി വെച്ച് പോകുന്ന ആ വ്യക്തി മാറ്റുന്നില്ല, നമ്മൾ സ്വയം അങ്ങ് മാറാൻ ശ്രമിക്കുന്നത്. എനിക്ക് ആ വ്യക്തിയായിട്ട് ഇനി ബന്ധം വേണ്ട. ചില സമയങ്ങളിൽ നമ്മൾ അറിയാം നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് അവരെ വേദനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായമൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ മലയാളം ബൈബിൾ വായിച്ചിട്ടുള്ള വ്യക്തി. ആദ്യമായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എനിക്ക് അന്ന് തൊട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇംഗ്ലീഷ് ബൈബിളിൽ കറക്റ്റ് ആയിട്ട് എന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ ടൈറ്റിലാ കൊടുത്തേക്കുന്നത്, ഓരോ പാരബിളിന്റെ മേൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 5-ാം അധ്യായം ഗിരിപ്രഭാഷണത്തിനകത്ത് 6-ാം അധ്യായത്തിന് അത് ടൈറ്റിൽ കൊടുത്തിരിക്കുക, കൊല ചെയ്യരുത്. കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞേക്കുന്നത്, സഹോദരനെ നിസാരാന്ന് വിളിക്കരുത്, സഹോദരനെ മൂടാന്ന് വിളിക്കരുത്. എന്നിട്ട് പറയും ഇവനെല്ലാം ന്യായവിധിക്ക് യോഗ്യൻ അങ്ങനെ ചെയ്താൽ. ഒന്ന് ഓർത്തേ, നമ്മളെ നിസാരാന്നൊക്കെയാണോ വിളിക്കുന്നത്? അപ്പൊ എനിക്ക് നിസാര എന്നുള്ള വാക്കിനൊന്നും അർത്ഥം അറിയത്തില്ല. ഞാൻ ആരെയും നിസാര എന്ന് വിളിച്ചത്? പരിശുദ്ധാത്മാവ് എന്നോട് പറയും, മോളെ, ഒരാളുടെ നിലവാരത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു വിലയുണ്ട് ഏതൊരു വ്യക്തിക്ക് ഈ ലോകത്തില്. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു അതൊരു ഭിക്ഷക്കാരനാ. പക്ഷെ ഭിക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അവരെ താന്ന്, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഇവരൊക്കെ കർത്താവിന് പ്രിയപ്പെട്ടവരാ. അപ്പൊ കർത്താവ് പറഞ്ഞേ, ഞാൻ എല്ലാവർക്കും ഒരു നിലവാരം കൊടുത്തിട്ടുണ്ട്. ആ നിലവാരത്തെക്കാൾ ഒന്ന് താഴ്ത്തി നമ്മൾ ഏതൊരു മനുഷ്യനെ കുറിച്ച് സംസാരിച്ചാലും കർത്താവ് അതിനെ നിസ്സാരമായിട്ടാണ്, നിസ്സാരാന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ചിലരെ കുറിച്ചെങ്കിലും അവിടെ ഇവിടങ്ങളാക്കി പരസ്യമായിട്ട് രഹസ്യത്തിലോ നമ്മൾ വീട്ടിലും ഒക്കെ പറയുന്ന ചില വാക്കുകൾ പരിശുദ്ധാത്മാവ് അത് കണ്ടിട്ട് പറയുക, മോളെ പകയ്ക്കരുത് കേട്ടോ, ഹൃദയത്തിനകത്ത് പകയുണ്ടാവരുത്. പകയുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവ് എന്താ പറയുക? ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോ പകയാ. പകയുടെ ആദ്യത്തെ തെളിവാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾ ചെയ്തു, ഹൃദയത്തിൽ സന്തോഷിക്കുക, പകയാ. അപ്പൊ ഇവിടെ പറയാ, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? 1 യോഹന്നാൻ 3:15 ഞാൻ വായിച്ചത്. അപ്പോൾ ദുഷ്ടത മറ്റുള്ളവരെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുക. നമുക്ക് ഒത്തിരി പേരെ കൊല്ലാൻ പറ്റും നമ്മുടെ വാക്കുകൊണ്ട്. നമ്മുടെ വീടിനുള്ളിലുള്ളവർ വേദനിക്കുന്നുണ്ടെങ്കിൽ, സഭയിലുള്ളവർ വേദനിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിലുള്ളവർ വേദനിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുക, കുലപാതകം ചെയ്യരുതേ, നിർത്തണേ. നമ്മൾ കുലപാതകം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എന്റെ ജീവിതത്തിലെ സത്യം പറയുന്നത്, അന്നാണ് പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞ, മോളെ നീ ഒത്തിരി കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന്. അന്നാ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. എങ്ങനെയാ? വാക്കുകൊണ്ട്. പക്ഷെ പുറമേ വിശുദ്ധയാ, പുറമേ നല്ല കൊച്ചാ, ആർക്കും ഒരു ദോഷം പറയാനില്ല. പക്ഷെ പരിശുദ്ധാത്മ ഹൃദയത്തെ നോക്കിയിട്ട് പറയും, മോളെ നിന്റെ കാഴ്ചപ്പാടല്ല ആത്മീയതയ്ക്ക് ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. വിശുദ്ധ ബൈബിൾ പ്രകാരം ആ സ്കെയിലി നോക്കുമ്പോൾ നീ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്ക് പറയുമ്പോൾ, ഹല്ലേലൂയ, നീ ഹൃദയത്തിൽ മറ്റൊരാളോട് ഇഷ്ടക്കേട് വെച്ചുകൊണ്ട് നടക്കുമ്പോൾ നീ ആ വ്യക്തിയെ കുല ചെയ്യുകയാ, പകയ്ക്കുക. അപ്പോൾ അറിയാതെ എങ്കിലും ജീവിതത്തിൽ മറഞ്ഞ് ഈ പാപം കിടപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയും, മാനസാന്തരപ്പെട്ടോണ. ഇന്ന് കൊലപാതകരാരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അടുത്ത വാക്ക് പറയുക, സകല ദുഷ്ടത, എല്ലാ ചതിവ്. നമ്മൾ ആരെങ്കിലും ചതിക്കാറുണ്ടോ? നമ്മൾ അറിയാതെ ആണെങ്കിലും പറയും, കർത്താവേ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, അല്ലെ? മറ്റുള്ളവർ എന്നെ ചതിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആരെയും എന്ത് ചെയ്യുന്നില്ല, ചതിക്കുന്നില്ല. ഞാനും ഇത് തന്നെയാ പറയാം, കർത്താവ് ഞാൻ ആരെയാ ചതിച്ചത്? പരിശുദ്ധാത്മാവ് എന്നോട് പറയും, മോളെ ശരിയാ, നിന്റെ കാഴ്ചപ്പാട് നീ ആരെയും ചതിച്ചിട്ടില്ല. എന്നാൽ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം എന്നോട് പറയാം, മോളെ നീ ചതിച്ചിട്ടുണ്ട്. ആരെ? 2 വ്യക്തികളെ നീ ചതിക്കുന്നു. 1, നീ ദൈവത്തെ ചതിക്കുന്നു. 2, നീ നിന്നെ തന്നെ ചതിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് ഇത് എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചത് കൊണ്ട് പറയുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്. പെട്ടെന്ന് ഞാൻ പോവുക സമയത്തിനുള്ളിൽ. എന്തുവാ ചതിവ്? ദൈവത്തെ എങ്ങനെയാ നമ്മൾ ചതിക്കുന്നത്? ഒറ്റ കാര്യം, നമ്മൾ ആരെയെ ചതിയെന്ന് വിളിക്കുന്നുള്ള ഡെഫിനിഷൻ കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചതിയരാണോ. ഞാൻ ആരെയാ ചതിയെന്ന് പറയുന്നറിയാം? ആ വ്യക്തി ചതിയനോട്ടോ, അയ്യോ പുള്ളി ഒരു ചതിയനാട്ടോ. ആരെ കുറിച്ചാ പറയുന്നറിയോ? വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവനെയാ ചതിയെന്ന് വിളിക്കുന്നത്. ചുരുക്കി പറയും, ഒറ്റ വാക്കിൽ ഉത്തരം, വാക്ക് തന്നിട്ട് പാലിക്കാത്തവനെ ചതിയെന്ന് വിളിക്കുന്നത്. അല്ലെ, നമ്മൾ പറഞ്ഞു, അയ്യോ അവൻ ഭയങ്കര ചതിയനോട്ടോ, വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെന്ന് പറയും. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് ചോദിക്കുക, നമ്മൾ ചതിയന്മാരാണോ? നിങ്ങളോട് തന്നെ ചോദിച്ചു, കർത്താവ് ഞാൻ ചതിയനാണോ? ഞാൻ പറഞ്ഞില്ല, 2 വ്യക്തികളെ നമുക്ക് ചതിക്കാം. ഒന്ന് ദൈവത്തെ ചതിക്കാം. എങ്ങനെ ദൈവത്തെ ചതിക്കുന്നത്? സഭാപ്രസംഗി 5:1 തൊട്ടുള്ള 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുക, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാലിനെ സൂക്ഷിക്കും. മൂടന്മാരിൽ ദൈവത്തിന് പ്രസാദമില്ല. ആരാ മൂടൻ? വാക്ക് കൊടുത്തിട്ട് പാലിക്കാത്തവനെ ദൈവവചനം വിളിക്കുന്ന പേരാ മൂടൻ. എന്താ ഈ മൂടൻ ചെയ്യുന്നത്? സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നേർച്ച നേരും, ഞാൻ അത് ചെയ്തോളാം, ഞാൻ ഇത് ചെയ്തോളാം. പക്ഷെ എന്ത് ചെയ്യത്തില്ലെന്നറിയോ? ചെയ്യത്തില്ല. ചെയ്യാതെ വരുമ്പോൾ ദൈവം പറയുക, നേരാതിരിക്കുന്ന പാപമാകില്ല, പക്ഷെ നേർന്നാ നീ നിവർത്തിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ വാക്ക് നിമിത്തം ദൈവം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? ഇനി ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, എവിടെ കൈവച്ചാലും അത് സക്സസ് ആവുന്നില്ല.
എന്തൊരു കാര്യത്തിലും സമാധാനമില്ല, സ്വസ്ഥതയില്ല. ബിസിനസ് ആണെങ്കിലും ജോലിയിലാണെങ്കിലും എവിടെ നമ്മൾ പറയും ഏത് കാര്യത്തിൽ കഴിച്ചൊരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുന്നില്ല. അതിനൊരൊറ്റ കുറവേ ഉള്ളൂ. കർത്താവ് പറയുക, നമ്മൾ അതിനെ കുറ്റം പറയുന്നത് പിശാചിന്റെ പോരാട്ടമാണെന്ന് പറയും. ഞാനും ഇത് ഒത്തിരി പറഞ്ഞിട്ടുള്ള വ്യക്തി, പിശാചിന്റെ പോരാട്ടമാണ്. നമ്മൾ ഒത്തിരി പിശാചിനെ ആട്ടിയിട്ട് ഈ വിഷയത്തിന് ജയം കിട്ടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്ററെ, പ്രാർത്ഥിച്ചു സിസ്റ്ററെ, പിശാചിനെ ആട്ടി നോക്കി സിസ്റ്ററെ, മറുപടി കിട്ടുന്നില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തോടൊന്ന് ചോദിക്കണം, കർത്താവേ ഞാൻ എവിടെയെങ്കിലും അങ്ങേക്ക് വാക്ക് തന്നിട്ട് പാലിക്കാതെ കിടപ്പുണ്ടോ? പാലിക്കാതിരുന്ന ദൈവം എന്താ ചെയ്യുന്നത് അവിടെ പറയുന്നുണ്ട്. ദൈവം പറയാ, ഞാൻ നിന്റെ വാക്ക് നിമിത്തം കോപിച്ചിട്ട് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കും. അതായത് ഞാൻ പറഞ്ഞില്ല നിന്നോട് നേരാൻ, പക്ഷെ എന്ത് ചെയ്യുക, സ്വപ്ന ബഹുത്വം കൊണ്ടും കഷ്ടതയുടെ ഇതുകൊണ്ടും ഒക്കെ അറിയാതെ അങ്ങ് നേർച്ച നേരി, കർത്താവ് ഈ ജോലി തന്നാൽ ഞാൻ മുഴുവൻ ദശാംശം ദൈവത്തിന് തന്നോളാം, ഞാൻ ഈ സാലറി മൊത്തം കിട്ടിയ ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്തോളാം, ഞാൻ ഈ ആയുസ് ദീർഘമാക്കി തന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സുവിശേഷം പറഞ്ഞോളാം, ഇന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ നമ്മൾ നേർച്ച നേരും. നമ്മൾ ഇതിന് മറന്നു കളയുക. ദൈവമല്ലേ, ദൈവത്തോട് അവസ്ഥ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ കോടതി നമ്മുടെ അവസ്ഥ പറയുമോ? 10 മണിക്ക് ഹാജരാവാൻ പറഞ്ഞാൽ കൊച്ചിന് പനിയാണെങ്കിലും അവസ്ഥ പറഞ്ഞ് രക്ഷപ്പെടുവോ? അത് കറക്റ്റ് സമയത്ത് കോടതി ചെല്ലുവോ? നമ്മൾ കറക്റ്റ് സമയത്ത് എല്ലാം കോടതിക്ക് വേണ്ടി ചെയ്യുമല്ലേ? പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല? കർത്താവ് പറയുക, ഞാൻ പറഞ്ഞില്ല നേർച്ച നേരം, പക്ഷെ നിന്റെ വാക്ക് നിമിത്തം എനിക്ക് കോപം വരിക. രണ്ടാമത് പറയാ, നിന്റെ കൈയുള്ള പ്രവൃത്തിയെ ഞാൻ നശിപ്പിക്കും. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ടോ, എന്നെ ഭയപ്പെടുത്തിയൊരു വാക്കാ, നീയോ ദൈവത്തെ ഭയപ്പെടുക. ഇന്ന് ദൈവമക്കളിന് ദൈവഭയം ഒത്തിരി പോയി. ദൈവമക്കൾക്ക് ദൈവഭയം ഇല്ല. ദൈവഭയം ഇല്ലാത്തോണ്ട് പറ്റുന്ന എന്താ? വായി തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയുക. ഭയം നഷ്ടപ്പെട്ടു പോയി. ഭയമില്ലാതെ വിളിച്ചു പറയുന്ന ഓരോ കാര്യങ്ങൾ പരിശുദ്ധാത്മാ വീണ്ടും വീണ്ടും പറയുക, വീണ്ടും ഓർപ്പിക്കുക. ദയവായി നാവിനെ സൂക്ഷിക്കുക. എന്താണ് സൂക്ഷിക്കേണ്ടത്? നാവിനെ നമുക്കിഷ്ടമുള്ളതെല്ലാം വിളിച്ചു പറയാനല്ല നാവ് തന്നേക്കുന്നത്. 2, നമ്മൾ എങ്ങനെയാ സംസാരിക്കേണ്ടത്? ദൈവത്തോട് നേർച്ച നേർന്നത് ചെയ്യണം, ചതിക്കരുത് ദൈവത്തെ. രണ്ടാമത് ദൈവം പറയുക, മോളെ വാക്ക് തന്നിട്ട് പാലിക്കാത്ത ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാ എന്നോട് പറയുന്നത് ഞാനങ്ങ് പറയും ദൂതായിട്ട്. ദൈവത്തിന് വാക്ക് കൊടുത്തിട്ട് അത് ചെയ്തോളാം, കർത്താവേ ഞാൻ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാം, ഞാൻ ഉപവസിച്ചോളാം, ഞാൻ അത് ചെയ്തോളാം, ചർച്ചിന് വേണ്ടി ചെയ്തോളാം, ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത അനേകർ ഈ സൂമിൽ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുക. ദൈവാത്മാ പറയുക, മടങ്ങി വരണം. ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കാത്തവരെ ദൈവം വിളിക്കുന്ന ചതിയെന്ന. 2, നമുക്ക് ആരെ ചതിക്കാൻ പറ്റുന്നത്? നമ്മളെ തന്നെ ചതിക്കാൻ പറ്റും. മറ്റാരുടെയും കാര്യം ഞാൻ പറയുന്നില്ല. എങ്ങനെ നമുക്ക് എനിക്ക് എന്നെ തന്നെ ചതിക്കാൻ പറ്റും? ഒറ്റ കാര്യം, ഇന്ന് തന്നെ നിങ്ങൾ ഓർത്ത്, ഇന്ന് എത്രാമത്തെ സൂമാ നിങ്ങൾ ഈ ഒരു വർഷത്തിൽ അറ്റൻഡ് ചെയ്യുന്നോർത്ത്? സൂം മാത്രം എത്ര സൂം മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു? അല്ലെങ്കിൽ ചർച്ചിലെ പ്രസംഗങ്ങൾ ഈ ജാനുവരി 1 തൊട്ട് ഈ മാസം ഈ 9 വരെയുള്ള ദിവസങ്ങൾ എത്ര പ്രസംഗം കേട്ടെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിൽ എത്ര പേര് ഈ പ്രസംഗം എല്ലാം അനുസരിക്കുന്നുണ്ട്? നമ്മൾ അവസാനം ഒരു പ്രാർത്ഥന പ്രാർത്ഥി, കർത്താവ് കേട്ട വചനം എന്നെ ഏൽപ്പിക്കുന്നു. എന്തോ ഈ സമർപ്പണ പ്രാർത്ഥനയുടെ അർത്ഥം? കർത്താവ് ഇതുപോലെ ജീവിച്ചോളാം എന്ന വാക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പാലിക്കാറുണ്ടോ? പാലിക്കാതെ വരുമ്പോ എന്ത് ചെയ്യുക? അവിടെ പറയുക, വചനം കേട്ടിട്ട് അനുസരിക്കാത്തവൻ തന്നെ ചതിക്കുന്നു. എന്തോ ചതിക്കുന്നേ? നമ്മളെ തന്നെ നരകത്തിലോട്ട് ആനയിച്ചുകൊണ്ട് പോവുക. വചനം കേട്ടിട്ട് അനുസരിക്കാത്തവൻ എങ്ങോട്ടാ പോകുന്നത് പിന്നെ? അതുകൊണ്ട് ചതി മാറ്റണം. നമ്മളെ തന്നെ ചതിക്കുന്നത് നിർത്തണം. 2, ദൈവത്തെ ചതിക്കുന്നത് നിർത്തണം. 2, 3, വ്യാജഭാവം. അത് പറയാതെ പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഞാൻ നിർത്തിക്കുക കേട്ടോ. എന്താ വ്യാജഭാവം? ദൈവമക്കളെ, നമ്മളിൽ ആർക്കെങ്കിലും ഒക്കെ വ്യാജഭാവം. എനിക്കുണ്ടായിരുന്നു വ്യാജഭാവം. അത് വ്യാജഭാവം പാപമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ വിചാരം ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന്. എന്നാൽ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, മോളെ വ്യാജഭാവം ഞാൻ വെറുക്കുന്നു. കാരണം ദൈവത്തിന് വ്യാജഭാവം ഇല്ല, കർത്താവിന് ഇഷ്ടമല്ല വ്യാജഭാവം ഉള്ളവരെ. എന്താ വ്യാജഭാവം? എനിക്ക് ഒരാളെ ഇഷ്ടമല്ല, പക്ഷെ ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെന്ന് കാണിക്കുന്നത് വ്യാജഭാവം. ഉദാഹരണം ഞാൻ പറയാ കേട്ടോ. ഞാൻ വീട് സൗമ്യമാമിന്റെ പേര് പറഞ്ഞിട്ടൊന്നും തോന്നല്ലേ. ഞാനും സൗമ്യമാമൻ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ വാക്ക് തർക്കം ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സൗമ്യമാമ എന്നെ വഴക്ക് പറഞ്ഞു, ഞാനും അങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു. 2 പേരുടെ ഇടയിൽ ഇഷ്ടക്കേട് വന്നു. സൗമ്യമാമ ഒരു ദൈവവൈതലായതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കുന്നുണ്ട്. സൗമ്യമാമ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞു, മോളെ പറഞ്ഞു പോയി ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞു. ഞാനത് കേട്ടു. ഞാൻ കേട്ടിട്ട് സൗമ്യമാമനോട് പറയാം, ഓക്കെ സൗമ്യമാം, ഞാനത് അപ്പോഴേ വിട്ടുകളഞ്ഞു. കേൾക്കണേ, ഞാനത് അപ്പോഴേ വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞിട്ട് സൗമ്യമാം സന്തോഷത്തോടെ പോയി സോറി പറഞ്ഞിട്ട് സൗമ്യമാം വീട്ടിൽ പോയി.
എന്നാൽ സൗമ്യമാമിന്റെ ഹൃദയത്തിൽ പിന്നെയും ചിന്തിക്കും, അക്സ പണ്ടത്തെ പോലെ എന്നോട് മിണ്ടുന്നില്ല, അക്സയ്ക്ക് അത് വിഷമായെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, അക്സയെ ഒന്ന് കാണാൻ വേണ്ടി വീട്ടിൽ പോകാം, വീട്ടിൽ പോയി അക്സയോട് ഒന്നും കൂടെ ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും സൗമ്യമ്മ എന്റെ വീട്ടിൽ വരിക. ഈ വരുന്ന സമയത്ത് ഞാന് എന്റെ വീട്ടില് സൗമ്യമാമിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തുവാ സൗമ്യമാം ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സോറി പറഞ്ഞു, പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും പൊറുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയാ, ഓ സൗമ്യമാം ആരാന്ന് സൗമ്യമ്മന്റെ വിചാരം? എന്നോട് എന്താ ചെയ്തെന്ന് അറിയാമോ? അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇനി എനിക്കറിയാം എങ്ങനെ നിൽക്കണമെന്ന് സൗമ്യമാമിന്റെ അടുക്കല്. സൗമ്യമാമിനോടുള്ള ഇഷ്ടക്കേടുകൾ ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് പറയും. കാരണം ഹൃദയം നിറഞ്ഞ കവി നവാ സംസാരിക്കും, ഹൃദയത്തിൽ നിന്ന് തികട്ടി പുറത്തോട്ട് വരികയാ. ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരാൾ വരികയാ. ആരാ? സൗമ്യമാം. ഹോളിംബെൽ അടിച്ചു, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? ഡോറ് പോയി ഓപ്പൺ ചെയ്യുന്നു. ഡോർ ഓപ്പൺ ചെയ്ത് സൗമ്യമാമിനെ കാണുകയാ. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നിടം വരെ എനിക്ക് ദേഷ്യമാ. എന്നാൽ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്ന ഒരു ഭാവമുണ്ട്. ഈ ഭാവം എന്തുവാ? ഇഷ്ടമില്ല, പക്ഷെ ഇഷ്ടമുണ്ടെന്ന് കാണിക്കുക. എങ്ങനെ കാണിക്കുന്നു? അയ്യോ സൗമ്യമാമയെ കേറി വാ, വാ വന്നിരിക്ക്, ചായ കുടിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചിരി കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരോട് സ്നേഹം കാണിക്കുക. ഇതിനെ ദൈവം വിളിക്കുന്ന പേരാ വ്യാജഭാവം. യഥാർത്ഥ ഭാവം അല്ല ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടക്കേട് ഉള്ളിലുണ്ട്. ഇഷ്ടക്കേട് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾക്ക് വചനം പറയുന്ന പേരാ വ്യാജഭാവം. ദൈവാത്മാവ് പറയുക, വ്യാജഭാവം മാറ്റിവെക്കണം. എവിടെയാ വ്യാജഭാവം കൂടുതൽ വരുന്നെന്നറിയാമോ? അൺഫോർഗിവ്നെസ്സിൽ നിന്നാണ്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് വ്യാജഭാവം വരുന്നത്. അപ്പോൾ ദൈവാത്മാവ് വീണ്ടും നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും വ്യാജഭാവം മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഇന്ന് ഏറ്റു പറയണം. ആരോടെങ്കിലും ഹൃദയത്തിൽ കയ്പുണ്ട്, ഇഷ്ടക്കേടുണ്ട്, പക്ഷെ പുറമെ ആ വ്യക്തിയോട് കൈ കൊടുക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിന്റെ ഉള്ളിൽ ഒത്തിരി ഇഷ്ടക്കേടുണ്ട്, പക്ഷെ പുറമെ നമ്മൾ കാണിക്കുന്ന കപട സ്നേഹം ദൈവം വെറുക്കുക. ദൈവത്തിന് ഇഷ്ടമല്ല കപടത. കർത്താവ് വീണ്ടും വീണ്ടും പറയാ, കപട ഭക്തി കർത്താവിന് ഇഷ്ടമില്ല. കപട ഭക്തി ദൈവം വെറുക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താ? യഥാർത്ഥ സ്നേഹം. ഇഷ്ടക്കേടുണ്ട് ഉള്ളിൽ. അപ്പൊ സിസ്റ്റർ എങ്ങനെ ഇഷ്ടക്കേട് കാണിക്കണം? ഇഷ്ടക്കേട് കാണിക്കാനല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തീർക്കണം. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ സൗമ്യമാമന് ഇഷ്ടമില്ലെങ്കിൽ, സൗമ്യമാമൻ വീട്ടിൽ വരുമ്പോൾ എന്താ ചിരിക്കാത്ത ചോദിക്കുമ്പോ, ചേച്ചി എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ചേച്ചിയോട് ഭയങ്കര വിഷമമുണ്ട്. ചേച്ചി ക്ഷമ പറഞ്ഞെങ്കിലും എനിക്ക് ഇങ്ങോട്ട് പൊറുക്കാൻ പറ്റില്ല. ചേച്ചി എനിക്കൂടെ പ്രാർത്ഥിച്ചേ, എന്റെ ഹൃദയത്തിൽ നിന്ന് ആ വേദന ഒന്ന് പോകാൻ പ്രാർത്ഥിച്ചേ എന്ന് പറയണം. ദൈവമക്കളെ, ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിലേക്ക് പെട്ടെന്ന് വരികയാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. എന്തോ പ്രാർത്ഥന? ആരാ ഇത് പ്രാർത്ഥന പഠിപ്പിച്ചത്? മറ്റാരുമല്ല, നമ്മുടെ കർത്താവാണ് നമ്മളെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ആ വാക്ക് എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. കർത്താവെ, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അതുപോലെ എന്നോട് ക്ഷമിച്ചാൽ മതി എന്ന പ്രാർത്ഥനയുടെ അർത്ഥം. ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളോട് നിങ്ങളൊന്ന് ചോദിച്ചേ, ഞാൻ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടുണ്ടോ? വീട്ടിലുള്ളവര്, സഭയിലുള്ളവര്, ചുറ്റുപാടുമുള്ളവര്, ജോലിയിലുള്ളവര്, മക്കള്, മരുമക്കള്, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, സഹോദരങ്ങള്, ഹൃദയപൂർവ്വം ഒരാളോട് ക്ഷമിച്ചെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ? ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണുമ്പോൾ, ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും തോന്നത്തില്ല. അതായത് വേദന തോന്നത്തില്ല, ഇഷ്ടക്കേട് തോന്നത്തില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് ക്ഷമ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാം? ആ വ്യക്തിയുടെ പേര് കേൾക്കുകയോ ആ വ്യക്തിയെ കാണുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വീർപ്പുമുട്ടൽ വരും. ആ വീർപ്പുമുട്ടലാണ് തെളിവ് നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലെന്നുള്ളതിന്റെ. ആ വ്യക്തിയെ കാണുമ്പോൾ ഹൃദയപൂർവ്വം ചെന്ന് കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സ്തോത്രം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലെന്ന. എന്റെ ചോദ്യം, മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാത്ത നമ്മൾ സ്വർഗരാജ്യത്തിൽ പോവുമോ? കർത്താവിന്റെ മുമ്പിൽ അനന്യരായി നിൽക്കാൻ നമുക്ക് പറ്റുമോ? കർത്താവ് പറയുക, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് അവന്റെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെ നിങ്ങളോട് ക്ഷമിക്കുന്നില്ല.
അപ്പോൾ ഞാൻ ഒരാൾക്ക് ക്ഷമ കൊടുക്കുന്നത്, ഇപ്പൊ എക്സാമ്പിൾ സൗമ്യമാമന്റെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കുള്ള പ്രശ്നം, ഞാൻ സൗമ്യമാമന് 100% ക്ഷമ കൊടുക്കാത്തടത്തോളം കർത്താവ് എന്റെ പാപം എനിക്ക് ക്ഷമിച്ചു തരുന്നുണ്ടോ? എങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നേ? ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാ. എനിക്ക് ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം ഹൃദയപൂർവ്വം ക്ഷമിക്കണം. എങ്ങനെ ഹൃദയപൂർവ്വമുള്ള ക്ഷമ? കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. കർത്താവ് എങ്ങനെയാ നമ്മളോട് ക്ഷമിച്ചത്? കർത്താവ് ക്ഷമിച്ചു, കർത്താവ് മറന്നു. ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്നാ കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവിന് എപ്പോഴും ഇഷ്ടം മറക്കുന്നതാ. എന്തുവാ മറക്കുന്നത്? കർത്താവിന് ഇഷ്ടം എന്റെ പാപം ഞാൻ കർത്താവിനോട് എപ്പോഴൊക്കെ ഏറ്റു പറഞ്ഞു, അപ്പോഴൊക്കെ കർത്താവ് എന്റെ പാപങ്ങളെ എനിക്ക് ക്ഷമിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാ ക്ഷമിച്ചത്? ഹൃദയപൂർവ്വം ക്ഷമിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാ, ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? മറ്റൊരാൾക്ക് ക്ഷമ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ക്ഷമ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുന്നില്ല. അപ്പോൾ കർത്താവ് നമ്മുടെ പിഴകളെ ക്ഷമിച്ചു തരാതെ നമുക്ക് എങ്ങനെ കർത്തമേശ എടുക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റും? കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ഹൃദയത്തിൽ അകൃത്യം കരുതുമെങ്കിൽ കർത്താവ് കേൾക്കത്തില്ലെന്ന് നമ്മുടെ പ്രാർത്ഥന. ഹൃദയത്തിൽ അകൃത്യം കരുതി. എന്താ അകൃത്യം? കൃത്യമല്ലാത്തത്. മറ്റൊരാളോട് പക വെക്കുക, ഇഷ്ടക്കേട് വെക്കുക, മറ്റൊരാൾ നമ്മളെ വേദനിപ്പിച്ചത് മറക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം കർത്താവ് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് പറയുക, മക്കളെ വിട്ടുകൊടുക്ക, എന്റെ വരവ് അടുത്തു. കർത്താവ് പറയും, നമ്മൾ ആദിവാസി കുറിവാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങളെ എനിക്ക് അനന്യരായിട്ട് വേണം. പക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് എന്ത് വരാം? ഹൃദയത്തിനകത്ത് വേദനയുണ്ടാകാം. അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ടാകാം. അവർ പറഞ്ഞ വാക്കുകൾ പിന്നെയും പിന്നെയും തികട്ടി വരാം. കർത്താവെ, അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കത് മറക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയുക, ഇന്ന് ഞാൻ വായിച്ച കുറിവാക്യത്തിൽ പറയുക, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏത്? നമ്മളെ ഒരുക്കുവാൻ കർത്താവിനെ പറ്റത്തുള്ളൂ. എന്നെ ഒരുക്കാൻ എന്റെ കർത്താവിനെ പറ്റത്തുള്ളൂ. എങ്ങനെ? കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട് എന്റെ മേൽ. ആ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തി തരും. ആ ബോധ്യം വരുത്തുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ എന്റെ പാപത്തെ ഏറ്റു പറയും, ഉപേക്ഷിക്കും, കർത്താവിനോട് കരുണ ചോദിക്കും. കർത്താവ് എന്റെ പാപങ്ങളെ എനിക്ക് ക്ഷമിച്ചു തരും. അപ്പോൾ ക്ഷമിക്കണമെങ്കിൽ കർത്താവ് ആദ്യം വെച്ചിരിക്കുന്ന ഡിമാൻഡാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പ്രസംഗം പറഞ്ഞൊരു വാക്കാ, ഈ വേദപുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് അവസ്ഥയുടെ പുസ്തകമല്ല, വ്യവസ്ഥയുടെ പുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? ആ വ്യവസ്ഥയെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വ്യവസ്ഥ. നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. അതാണ് വ്യവസ്ഥ. പക്ഷെ ചിലരെങ്കിലും പറയും, ഓ കർത്താവ് എന്നോട് ക്ഷമിച്ചോളൂ, കർത്താവിന് എന്റെ അവസ്ഥ അറിയാം. നോ, അങ്ങനെ ഒരു കാര്യം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞ നിന്റെ അവസ്ഥ മാറണമെങ്കിൽ നീ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരണം. അവസ്ഥ മാറ്റി വ്യവസ്ഥയെ കോംപ്രമൈസ് ചെയ്യുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. പകരം വ്യവസ്ഥയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ വ്യവസ്ഥ അനുസരിക്കുമ്പോൾ അവസ്ഥ മാറ്റുന്ന ദൈവമാണ്. നമ്മള് വിശുദ്ധ ബൈബിൾ എവിടെ വായിച്ചാലും ആ ബൈബിളിന്റെ ഓരോ വാക്യത്തിനും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടാ ബ്ലെസ്സിങ്സ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഇന്നത്തെ വചനത്തിൽ പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൂതിത, മടങ്ങി വരണം ദൈവമക്കൾ. ഏതിലേക്ക്? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ക്രിസ്തുവിന് പ്രസാദമുള്ളത് ചെയ്യാൻ ഹൃദയത്തെ ഒരുക്കണം. ദൈവത്തിന് എന്താ പ്രസാദമുള്ളതെന്ന് തിരിച്ചറിയണം. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ ഇന്ന് തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറയും, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത നമ്മുടെ ശുദ്ധീകരണം. അപ്പാ, എന്റെ ജീവിതത്തിൽ കുറവുണ്ട് കർത്താവേ, ഞാൻ അറിയാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്, എന്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ട്, അറിയാതെ അവിശ്വാസം വന്നിട്ടുണ്ട്, ദുഷ്ടഹൃദയം എന്നിൽ വന്നിട്ടുണ്ട്, അറിയാതെയെങ്കിലും ഞാൻ ദൈവത്തെയോ എന്നെയും ചതിച്ചിട്ടുണ്ട്. ഞാൻ ദൈവവചനം അനുസരിക്കാതെ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ചതിക്കുക. ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് പാലിക്കുന്നില്ല, ചതിക്കുക. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, അത് തികയ്ക്കണം. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന് 24-25 വാക്യം ഞാൻ വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അപ്പോൾ വർജനമുണ്ട്. എന്തിനാ വർജനം? വിശുദ്ധ ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വർജനമുണ്ട്. എന്തിനെയൊക്കെ വർജിക്കണം? ശത്രു നമ്മുടെ ഉള്ളിൽ കൊണ്ടിടുന്ന ഓരോന്നിനെയും നമ്മൾ വർജിക്കണം. പക, പിണക്കം, വിദ്വേഷം,
ജാരശങ്ക, ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറഞ്ഞ് പല ഇതിനെയൊക്കെ നമ്മൾ എടുത്തു കളയണം, വർജിക്കണം, വിട്ടുകളയണം. ഈ വർജിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുറമെ കാണിക്കുന്ന കുറെ ഭക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞ വെള്ളം മാത്രം എടുത്തുള്ളൂ, കളർ വർജിച്ചു അല്ലേ, മീശ കളഞ്ഞു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. മദ്യം വർജിച്ചു. പക്ഷെ ഹൃദയത്തിനകത്ത് പകയും വിദ്വേഷം ഉണ്ടെങ്കിൽ പുറമെ എന്ത് വർജിച്ചിട്ടും കാര്യമില്ല. കർത്താവ് നോക്കുന്ന ഹൃദയത്തിൽ നിന്ന് ചിലതൊക്കെ വർജിക്കണം. ആ വർജനവ് ചെയ്താലേ ഇവിടെ പറയുന്ന പോലെ ഓട്ടക്കളത്തിൽ ഓടി ബിരുദം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ബുദ്ധി ഉപദേശിക്കുക. കപടഭക്തി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം. ദുഷ്ടതയുണ്ടെങ്കിൽ, ചതിവുണ്ടെങ്കിൽ, വ്യാജഭാവം ഉണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, നുണയുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ മാറ്റി ഒരു രൂപാന്തരത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവിന്റെ വരവടുത്തു. ഇവിടെ പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളോട് പറയുകയായി വാക്യം, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ദൈവത്തിന് മാത്രമേ നമ്മളെ ഈ വിഷയത്തിൽ സഹായിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിനോട് പറയാനായിട്ട് എല്ലാവരും ഒരു നിമിഷമെങ്കിലും എടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒക്കെ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും ഒക്കെ ഉണ്ട് കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാനും കർത്താവ് സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുവാനും എന്നെ ഇടയാക്കണം. എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ പാപം മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണം. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നില്ല. പക്ഷെ നമ്മളൊക്കെ അറിയാതെയെങ്കിലും ദൈവം ക്ഷമിച്ചുവെന്ന് ഓർത്ത് കർത്തൃമേശയൊക്കെ എടുക്കുമ്പോ പാപം ചെയ്യുക. നമ്മൾ മനുഷ്യരോട് ക്ഷമിക്കാതെ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ വാക്ക് നിങ്ങൾ കേട്ടോ, എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ. ഇപ്പോൾ ഞാൻ സൗമ്യമാമന് 10% ക്ഷമ കൊടുത്തുള്ളെങ്കിൽ ഞാൻ ദൈവസന്നിധി ചെന്ന് എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോളി ഇരുന്ന് പറയുക, മോളെ ഞാനും നിനക്ക് 10% ക്ഷമ തരത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നവരാ. കർത്താവ് തന്നെ പറഞ്ഞൊരു ഉപമയുണ്ട് അല്ലേ, ഒരു യജമാനൻ തന്റെ ദാസന്മാർക്ക് ദ്രവ്യം കൊടുത്തപ്പോൾ അല്ലേ, ഒരുവൻ എന്ത് ചെയ്തു, അവന്റെ ദാസൻ അവന് തരാനുള്ള പൈസ കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു, അവന്റെ കുത്തിരി കയറി പിടിക്കുക, അവനെ ഉപദ്രവിക്കുക. എന്നാൽ ഇത് രാജാവ് പറഞ്ഞപ്പോ ചോദിക്കുക, നിനക്ക് ഞാൻ എത്രത്തോളം ഇളച്ചു തന്നത് അല്ലേ, നിനക്ക് ഇളച്ചു കിട്ടി, പക്ഷെ നിനക്ക് മറ്റുള്ള ഒരാൾക്ക് ഇളച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ഉപമ തന്നെ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തെ കുറിച്ച് അത് പറയുന്നത്. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് ക്ഷമിച്ചു തന്നു. കർത്താവ് എന്റെ പാപമെല്ലാം എനിക്ക് ക്ഷമിച്ചു തന്നു. പക്ഷെ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവ് ചോദിക്കുക, ആ വ്യക്തിക്ക് കിട്ടിയ ശിക്ഷ മാത്രം നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അവനെ എന്ത് ചെയ്തു, അടിക്കാൻ ഏൽപ്പിച്ചു. അവന് കിട്ടുന്നത് നരകമാ. അപ്പൊ നമ്മളൊന്ന് ഓർത്തേ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്നൊരു ഒറ്റ കാരണം മതി സ്വർഗരാജ്യത്തിൽ നിന്ന് ഔട്ടാവാൻ. കർത്താവിന്റെ വരവെങ്കിൽ അനന്യമായി നിൽക്കുവാൻ തടസ്സമായത് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നതൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കർത്താവ് പറയാം, ചിലതിനെ വർജിക്കണം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടാൻ തടസ്സമായത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ, ചതിവുണ്ടെങ്കിൽ, വ്യാജഭാവം ഉണ്ടെങ്കിൽ, ദൈവമക്കളെ വ്യാജഭാവം ഇന്ന് ദൈവസഭകളിൽ ഒത്തിരി ഉണ്ട് കേട്ടോ, ദൈവമക്കളിൽ ഉണ്ട് കേട്ടോ. ചിലരെ ഇഷ്ടമല്ല, പക്ഷെ പുറമെ അഭിനയിക്കുക ഇഷ്ടം. ദൈവദാസന്മാരെ ഇഷ്ടമല്ല, പക്ഷെ പുറമെ കാണിക്കുക ഇഷ്ടമാന്ന്. ചിലരോടുള്ള ഇഷ്ടക്കേടുകൾ പുറമെ കാണിക്കുന്നത് സ്നേഹത്തിലാ അല്ലേ, അവരുടെ അന്തരംഗം ഭയങ്കര നാശകൂപം പോലെ ബൈബിൾ പറയുക. ഹൃദയത്തിനകത്ത് പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ പുറമെ ചിരിച്ചു കാണിക്കുമ്പോൾ, നമ്മൾ ആത്മീയരാണെന്ന് പുറമെ കാണിക്കുമ്പോൾ കർത്താവ് ഹൃദയങ്ങളെ നോക്കിയിട്ട് പറയുക, എവിടെയൊക്കെയോ മറഞ്ഞു കിടക്കുക, ഇന്ന് അതൊക്കെ വിട്ടുകളയണം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവ് പറയാം, ഞാനും നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ചാൽ നമുക്ക് തന്നെ മാനസാന്തരപ്പെടാൻ പറ്റും. വചനം പറയുക, നിങ്ങളുടെ പിഴകൾ ഞാൻ ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. കർത്താവ് എങ്ങനെ ക്ഷമിച്ചേ? കർത്താവ് ക്ഷമിച്ചു, മറന്നു കളഞ്ഞു, പഴയതൊന്നും നമ്മളെ ഓർപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും പഴയതൊക്കെ പിന്നെയും പിന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവ് പറയാ, നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞാൻ ക്ഷമിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം. ദുഷ്ടതയുണ്ടെങ്കിൽ നിർത്തണം. നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കൊല്ലുന്നുണ്ടെങ്കിൽ, ആത്മീയത്തിൽ മറ്റുള്ളവരെ നമുക്ക് കൊല്ലുവാൻ കഴിയും. ചിലരൊക്കെ ആത്മീയ ഗോളത്തിൽ നിന്ന് വിട്ടുപോകാൻ കാരണം തന്നെ ചിലരുടെ നാക്കാ. ഇന്നത്തെ അനേക ആത്മീയ കുഞ്ഞുങ്ങൾ ആത്മീയ ഗോളത്തിൽ നിന്ന് മാറിപ്പോവുക. കാരണം അവർ പറയുന്നത് സഭയിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ അവരെ മുറിപ്പെടുത്തുന്നു. സാഹചര്യങ്ങൾ, അവസ്ഥ അറിയാതെ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ, ചില കമന്റുകൾ ഒക്കെ ഇവരെ ഹൃദയത്തെ വേദനിപ്പിക്കുക. അവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ
പട്ടുപോകുക. ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ അത് ഉണ്ടാവരുതേ. കർത്താവ് വരാറായി. കർത്താവ് പറയുക, നിങ്ങളെ എനിക്ക് അനന്യരായിട്ട് കാണണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19 അവസാന ഒരു വാക്യം വാശിയെ നിർത്തുക. അവിടെ 7-ഉം 8ഉം വാക്യം ഇങ്ങനെ പറഞ്ഞത്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മളെ നിത്യതയിൽ എത്തിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി തന്ന എന്തിനെന്നറിയോ? നമ്മളെ കൊണ്ട് എത്താൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയാ, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ എത്തിക്കാൻ പറ്റും. ഈ ലോകത്ത് ഒരു മണവാളനെ തന്റെ മണവാട്ടിയെ ഒരുക്കിയെടുക്കാൻ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയെ മണവാട്ടിയുടെ കൂടെ നിർത്തിയിട്ടില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത, തന്റെ സ്വന്തമായ താൻ തന്നെയായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് പറയുക, എന്റെ മണവാട്ടിയെ എന്റെ ഇഷ്ടത്തിന് ഒരുക്കണേ എന്ന്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുക. അപ്പോൾ ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്ന എന്താ? കുറവുകളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരും, മാറ്റാൻ പറയും. ആ മാറ്റൽ ഇന്ന് രാത്രികാലം ഈ ആരാധനയിൽ നടക്കണം. കർത്താവെ, ഇത്രയും നാളും ഞാൻ എന്റെ പ്രസാദത്തിന് വേണ്ടിയാണോ ആരാധിച്ചതങ്ങേ? എല്ലാവരും ഇന്ന് കണ്ണുകൾ അടച്ചൊന്ന് തന്നെ ഒന്ന് ശോധന ചെയ്തേ. പരിശുദ്ധാത്മ ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ പ്രസാദത്തിനാണോ ആരാധിച്ചത്, അതോ ദൈവത്തിന്റെ പ്രസാദത്തിനാണോ? അടുത്തത് ദൈവം ചോദിക്കുക, ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ നമുക്കൊന്ന് അടുത്തു വരാം. കർത്താവെ, എന്റെ ജീവിതത്തിലെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ ഒന്ന് കഴുകണമേ, അങ്ങയുടെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തടസ്സമായത് എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വരവെങ്കിൽ അനന്യരായി നിൽക്കുവാൻ നമ്മളെല്ലാവരും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചന ശുശ്രൂഷ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു സമയം നൽകി തന്ന നിങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.